മക്കളെ, +1 മാത്സിലെ ജിയോമെട്രി ഭാഗത്ത് വരുന്ന ഒരു ചാപ്റ്ററാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്, സ്ട്രെയിറ്റ് ലൈൻസ്. കുറച്ചധികം ഫോർമുലാസും പ്രോബ്ലംസും വരുന്ന ഒരു ചാപ്റ്ററാണ്. നിങ്ങൾ ഫോർമുലാസ് എങ്ങനെ വന്നു, എന്താണ് അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി പോയാലാണ് നമുക്ക് ഇതിൽ നിന്നുള്ള പ്രോബ്ലംസ് ചെയ്ത് ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മളത് നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവുന്ന ഒരു ചാപ്റ്ററാണ്. മിസ് ആദ്യമേ പറയുകയാണ്, നന്നായിട്ട് എന്താണ് ഫോർമുല ഉദ്ദേശിക്കുന്നത്, അതിൽ ഓരോ ടേംസും എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടെയാണ്. അപ്പോൾ ചാപ്റ്റർ പഠിക്കാൻ റെഡിയാണല്ലോ. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇതിന് വേണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ഓൾറെഡി അറിയാവുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പൊടിയായിട്ട് എടുക്കാം. നമ്മൾ 10ലും ഒക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കൊരു പ്ലെയിനിനെ എങ്ങനെയാണ് നമ്മൾ ഗ്രാഫൊക്കെ വരയ്ക്കുന്നത് പോലെ ക്വാഡ്രൻസ് ആയിട്ട് തിരിക്കുക എന്നുള്ളത് അറിയാലോ. എക്സ് ആക്സിസ് വൈ ആക്സിസ് എന്നുള്ള രണ്ട് റിയൽ നമ്പർ ലൈനുകൾ വെച്ചിട്ട് നമുക്ക് നമ്പർ 1 ക്വാഡ്രൻറ്റ്, 2, 3 and 4 4 ക്വാഡ്രൻറ്റുകളായിട്ട് നമ്മളൊരു പ്ലെയിനിനെ തിരിക്കുന്നു. ഇവിടെ എങ്ങനെയാണ് പോയിന്റുകളുടെ സൈൻ വരിക? ഇവിടെ ഒരു പോയിന്റ് വരികയാണെങ്കിൽ ആ പോയിന്റിൽ 2 സൈനും എന്ത് തന്നെയായിരിക്കും? രണ്ടും വരുന്നത് പോസിറ്റീവ് ആയിരിക്കും അല്ലേ? ഇനി ഇവിടെ വരികയാണെങ്കിലോ, ഇവിടെ എക്സ് ആക്സിസ് നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് എക്സും, പോസിറ്റീവ് വൈ ആക്സിസ് ആയതുകൊണ്ട് വൈ പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ 2 വാല്യൂസും നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ വൈ നെഗറ്റീവും എക്സ് പോസിറ്റീവും ആയിരിക്കും. ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ? ക്വാഡ്രൻസിലൊക്കെ എങ്ങനെയാണ് വരിക എന്നുള്ളത്. ഓക്കെ, ഇനി ഒരു പ്ലെയിനിൽ നമുക്ക് 2 പോയിന്റുകൾ തന്നു വിചാരിക്കാം. x1 y1 എന്ന് പറയുന്നൊരു പോയിന്റും x2 y2 എന്ന് പറയുന്നൊരു പോയിന്റും. അങ്ങനെയാണെങ്കിൽ ആ 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഡിസ്റ്റൻസ് ഫോർമുല ബേസിക് ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനിവിടെ 2 പോയിന്റുകൾ എടുത്തു. ഇപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റ് ഒരു 2, 3 എന്ന് പറഞ്ഞ പോയിന്റ്, ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ഒരു 5, 10 എന്ന് പറയുന്ന പോയിന്റാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ 5, 1 എന്ന് പറയുന്ന പോയിന്റാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് പി ക്യൂവിനെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ. അതായത് ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ്, ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ്, അതായത് 5 മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് പിന്നെ 1 മൈനസ് 3 ഹോൾ സ്ക്വയർ, 1 മൈനസ് 3 ഹോൾ സ്ക്വയർ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 5 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 3, 3 സ്ക്വയർ 9 പ്ലസ് 1 മൈനസ് 2 എന്ന് പറഞ്ഞാൽ -2, -2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ റൂട്ട് 13 ആയിരിക്കും ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് വരും. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്ന് പൊടി തട്ടിയെടുക്കാം, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ ആണല്ലോ. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സെക്ഷൻ ഫോർമുലയാണ്. സെക്ഷൻ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ കയ്യിൽ ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ പി ക്യൂ എന്ന് പറയുന്ന ഒരു ലൈൻ. ഈ പി ക്യൂവിനെ ഏതെങ്കിലും ഒരു പോയിന്റ് എം ഒരു 3:1 റേഷ്യോയിൽ കട്ട് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് എമ്മിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ, ഇത് ഏതാണ് എക്സും വൈയും കണ്ടുപിടിക്കാനുള്ളതാണ് നമ്മുടെ സെക്ഷൻ ഫോർമുല. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് പി ക്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റ്, അവിടെ x1 y1 ആയിരിക്കും ചിലപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ്സ്, ക്യൂ എന്ന് പറയുന്നത് x2 y2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ എം എന്നെ കട്ട് ചെയ്തത് m:n റേഷ്യോയിലാണ്. അല്ലെങ്കിൽ എമ്മിന് പകരം നമുക്കൊരു പി എടുക്കാം അല്ലേ, അല്ലെങ്കിൽ ഒരു r എടുക്കാം. കാരണം ഇവിടെ ഓൾറെഡി എം വരുന്നതുകൊണ്ടാണ് കേട്ടോ ഫോർമുലയിൽ. m:n റേഷ്യോയിൽ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ആറിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണെന്ന് നോക്കൂ. ഈ ഇവിടെയുള്ള റേഷ്യോ ഇല്ലേ എം, ആ m ഇൻറ്റു x2, m ഇൻറ്റു ഇവിടെയുള്ള x2 പ്ലസ് n ഇൻറ്റു x1 ഡിവൈഡഡ് ബൈ m പ്ലസ് n, m ഇൻറ്റു y2 പ്ലസ് n ഇൻറ്റു y1 ബൈ m പ്ലസ് n. ഞാൻ അതിനത്ര ഫോക്കസ് കൊടുക്കാത്തത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഒന്നാമത്. ഇനി ഇതിൽ തന്നെ സ്പെഷ്യൽ കേസാണ് നമുക്ക് ആവശ്യമുള്ളത്. സ്പെഷ്യൽ കേസ് ഓഫ് ദ സെക്ഷൻ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. നമുക്ക് ഈ ചാപ്റ്ററിൽ പലയിടങ്ങളിലായിട്ട് 2 പോയിന്റുകൾ തരും. ആ 2 പോയിന്റുകളെ ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനുള്ള വരും. അത് സെക്ഷൻ ഫോർമുലേൻ്റെ സ്പെഷ്യൽ കേസാണ്. എങ്ങനെ സെക്ഷൻ ഫോർമുലേൻ്റെ സ്പെഷ്യൽ കേസ് ആവുന്നത്? അതായത് ഇപ്പോൾ പി ക്യൂ എന്ന് പറഞ്ഞ 2 പോയിന്റുകൾ തന്നു, ഇവിടെ നമുക്കൊരു R എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇത് മിഡ് പോയിന്റ് ആവണമെങ്കിൽ ഈ കട്ട് ചെയ്യുന്ന റേഷ്യോ എന്തായിരിക്കണം? ഇത് രണ്ടും സെയിം ആയിരിക്കണം അല്ലേ? നമ്മളിവിടെ സെക്ഷൻ ഫോർമുലയിൽ എടുത്തത് എന്തായിരുന്നു? m:n അല്ലെങ്കിൽ 3:1. ഇവിടെയാണ് കൂടുതൽ അല്ലേ? ഇവിടെ 3 ഭാഗമുണ്ട്, ഇവിടെ ഒരു ഭാഗമേ ഉള്ളൂ. അതാണ് റേഷ്യോ 3:1. അപ്പോൾ ആ പോയിന്റ് വരുന്നത് കറക്റ്റ് മിഡ് പോയിന്റ് ആകുമ്പോൾ ഈ ആറിൻ്റെ കോർഡിനേറ്റ്സ് എന്താണ്? അതാണ് നമുക്ക് മിഡ് പോയിന്റ് ഫോർമുലയായിട്ട് വരിക. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഫോർമുലയിൽ m,n എന്നുള്ളതൊക്കെ എന്താവും? 1 ആയിട്ട് മാറും. അങ്ങനെ മിഡ് പോയിന്റ് ഫോർമുലയിലേക്ക് വരുമ്പം പിയുടെ കോർഡിനേറ്റ്സ് x1 y1ഉം ക്യൂയുടെ കോർഡിനേറ്റ്സ് x2 y2 ആണെങ്കിൽ ആറിൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? x1 പ്ലസ് x2 ഡിവൈഡഡ് ബൈ 2, y1 പ്ലസ് y2 ഡിവൈഡഡ് ബൈ 2. സെക്ഷൻ ഫോർമുലയ്ക്ക് അധികം 3 കൊടുക്കാത്തത് നമുക്ക് അധികം അത് പ്രോബ്ലംസിൽ വന്ന് കണ്ടിട്ടില്ല. പക്ഷേ ഈ സ്പെഷ്യൽ കേസ് വന്നിട്ടുണ്ട് എന്ന് വെച്ച് നിങ്ങൾ സെക്ഷൻ ഫോർമുല വിട്ട് കളയരുത്. അതൊന്ന് ബ്രഷപ്പ് ചെയ്ത് വെക്കണം. എവിടെയെങ്കിലേക്കായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. മിഡ് പോയിന്റ് ഫോർമുല, 2 പോയിന്റുകളെ ജോയിൻ ചെയ്യുന്ന ലൈനിനെ ഒരു പോയിന്റ് ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മിഡ് പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഈ x1ഉം ഈ x2 ഡിവൈഡഡ് ബൈ 2.
y1 y2 ഡിവൈഡ് ബൈ 2. ഇതാണ് ആറിൻ്റെ എക്സ്, ഇതാണ് ആറിൻ്റെ വൈ. ക്ലിയർ ആണല്ലോ? ഈ സെക്ഷൻ ഫോർമുല വെച്ച് നമുക്കൊരു പ്രോബ്ലം കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് ദാറ്റ് ഡിവൈഡ്സ് എ പോയിന്റ് എ 1 - 3 ആൻഡ് ബി -3 internally in the ratio 1:3. ഇന്റേണലിക്ക് പകരം എക്സ്റ്റേണലി തന്നാൽ എന്താവും? ഈ പ്ലസ് കാണുന്നിടത്തൊക്കെ മൈനസ് ആവും. അത്രയേ ഉള്ളൂ. ഇത് നോക്കിക്കേ, 2 പോയിന്റുകളുണ്ട് എയും ബിയും. അതിനെ 1:3 റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന ഒരു പോയിന്റ്, ആ പോയിന്റിന്റെ റേഷ്യോ. ഇവിടെയൊക്കെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചതായതുകൊണ്ടാണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കൂ. ഈ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് 1:3 നോക്കൂ. m × x2 + n × x1 ഡിവൈഡഡ് ബൈ m + n. ഓക്കെ, അല്ല, m × x2 + n × x1. ഇവിടെ m × y2 + m × n × y1 അതായിരിക്കും. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആൻസർ കിട്ടും. വളരെ സിമ്പിളായിട്ട് സെക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ബ്രഷപ്പ് ചെയ്യാനുള്ള ഭാഗങ്ങളാണ് കേട്ടോ. ഓക്കെ, ഇനി നോക്കിക്കേ, ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ നിങ്ങൾക്കറിയാം. പക്ഷേ ഏരിയ ഓഫ് ദി ട്രയാങ്കിളിൽ നമുക്ക് വേർട്ടിസസിൻ്റെ കോർഡിനേറ്റ്സ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഈ ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാലാണ് നമ്മൾ യഥാർത്ഥമായിട്ട് ചാപ്റ്ററിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഒന്ന് നോക്കാം. എങ്ങനെയാണ് തരുന്നത്? ഒരു ട്രയാങ്കിൾ നമുക്ക് തന്നു. x1 y1 ഒരു കോർഡിനേറ്റ് ആണ്, x2 y2 മറ്റൊരു കോർഡിനേറ്റ് ആണ്, x3 y3 മറ്റൊരു കോർഡിനേറ്റ് ആണ്. ഇങ്ങനെയുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയോ? നമ്മൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കോർഡിനേറ്റ്സ് തരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോർമുല യൂസ് ചെയ്താൽ മതി. ഹാഫ് ഇൻറ്റു x1 × y2 - y3 പ്ലസ് x2 × y3 - y1 പ്ലസ് x3 × y1 - y2. ഇതിപ്പോൾ എന്താ സംഭവിച്ചത്? ഏതൊക്കെയോ x1 y1 ഒക്കെ വന്നു. ഇതിനൊരു ഓർഡർ ഉണ്ട്, പേടിക്കണ്ട, നിങ്ങൾ സിമ്പിളായിട്ട് കിട്ടും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഹാഫ് പുറത്തിടുക, ഒരു മോഡുലസ് ഉള്ളിലിടുക. മോഡുലസ് എന്തിനാണ്? ചിലപ്പോൾ ഇതിനുള്ളിൽ നെഗറ്റീവ് ഒക്കെ വരും. പക്ഷേ ഏരിയ ആയതുകൊണ്ട് നമുക്ക് എന്ത് മതി? നമുക്ക് പോസിറ്റീവ് മതി. അപ്പോൾ മോഡുലസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കുക, ബ്രാക്കറ്റിൻ്റെ പുറത്ത് വരുന്ന ടേംസ് ഒക്കെ x1 x2 x3 അതൊരു ഓർഡറിലാണ് ബ്രാക്കറ്റിന് പുറത്ത്. ഉള്ളിൽ വരുന്നത് നോക്കിയേ, എക്സ് ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ ഉള്ളിൽ 2 - 3 വരും. ഓക്കെ, അടുത്തത് x2 അല്ലേ വരുന്നത്. അപ്പോൾ എന്താവും? ഇതൊന്ന് റൊട്ടേറ്റ് ആവും. അപ്പോൾ അതായത് ഇവിടെ 1 ബാക്കോട്ട് പോകും. അപ്പോൾ 3 - 1 വരും. ഇനി 3യിൽ തുടങ്ങുകയാണെങ്കിലോ ഒന്നുകൂടെ റൊട്ടേറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ 1 - 2 വരും. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചിലപ്പം ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വരാറുണ്ട്, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഒന്ന് ഓർത്തിരിക്കുക മക്കളെ. ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് x1 × y2 - 3 അപ്പോൾ 1 2 3 പ്ലസ് x2 ഇൻറ്റു, അപ്പോൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്തേ, അപ്പോൾ 1 ബാക്കി പോയി, 2 × y3 - y1 പ്ലസ് ഒന്നുകൂടെ റൊട്ടേറ്റ് ചെയ്തു x3 × y1 - y2. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അത് വെച്ചൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഹൂസ് വേർട്ടിസസ് ആർ 4 4 3 - 2 ആൻഡ് -3 16. ചെയ്ത് നോക്കാം അല്ലേ? ഏരിയയുടെ ഫോർമുല ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മോഡുലസ് എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 × y2 എന്ന് പറഞ്ഞാൽ -2 ആണ്, y2 - y3 എന്ന് പറഞ്ഞാൽ 16 ആണ്, പ്ലസ് x2 എന്ന് പറഞ്ഞാൽ എന്താ? 3 ആണ്, y3 എന്ന് പറഞ്ഞാൽ 16 ആണ്, -y1 4 ആണ്, പ്ലസ് x3 എന്ന് പറഞ്ഞാൽ -3 ആണ്, -3 × y1 എന്ന് പറഞ്ഞാൽ 4 -y2 എന്ന് പറഞ്ഞാൽ ഇവിടെ ഓൾറെഡി നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ പ്ലസ് ആക്കണം കേട്ടോ. ഇനി നോക്കിക്കേ, ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് 4 × -18 പ്ലസ് 3 × 12 പ്ലസ് -3 × 4 + 2 6 വരും. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് 18 × 4 എത്രയാ? 18 × 4 എന്ന് പറഞ്ഞാൽ 8 4 32 72 വരും അല്ലേ? -72 പ്ലസ് 36 -18 വരും. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇവിടുന്ന് -72 36, അപ്പോൾ -36 കിട്ടും, -36 18, അപ്പോൾ ഇവിടെ 4 54 കിട്ടും, 54 -40 54 കിട്ടും. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ ഏരിയ ഓഫ് ദി ട്രയാങ്കിളാണ് കണ്ടുപിടിക്കുന്നത്. ഏരിയ എപ്പോഴെങ്കിലും നെഗറ്റീവ് ആവോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ -2 യൂണിറ്റ്? ഇല്ല അല്ലേ, ഒരു പോസിബിൾ അല്ല. അതുകൊണ്ടാണ് മോഡുലസ് ഇടുന്നത്. കണ്ടോ, ചെയ്ത് വന്നപ്പോൾ നെഗറ്റീവ് വന്നു. പക്ഷേ നമ്മൾ ഏരിയ ആയതുകൊണ്ട് എന്തേ എടുക്കാവുള്ളൂ? പോസിറ്റീവ് വാല്യൂ മാത്രമേ എടുക്കാവുള്ളൂ. അപ്പോൾ 54/2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 27 യൂണിറ്റ്സ്, സ്ക്വയർ യൂണിറ്റ്സ്. ഏരിയ ആണല്ലോ, അപ്പോൾ സ്ക്വയർ യൂണിറ്റ്സിലാണ് എടുക്കുക.
ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ആ ഫോമുല അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അതായത് ഡിസ്റ്റൻസ് ഫോമുല, സെക്ഷൻ ഫോമുല, മിഡ് പോയിന്റ് ഫോമുല, അതുപോലെ തന്നെ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ. ഇത് നമ്മൾ ഓൾറെഡി നമുക്കൊരു പ്രീ റിക്വസൈറ്റ് ആയിട്ട്, അതായത് ഈ ചാപ്റ്ററിലോട്ട് കടക്കാൻ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളായിട്ട് മാത്രം കാണാം. ഓക്കെ, ഇനി find a point on the x-axis which is equidistant from the point 7, 6 and 3, 4. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എക്സ് ആക്സിസിൻ്റെ മേലെയുള്ളൊരു പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കണം. ആ പോയിന്റിൻ്റെ പ്രത്യേകതയാണ് തന്നിരിക്കുന്നത്. 7, 6 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും 3, 4 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഒരേ ഡിസ്റ്റൻസിൽ വരുന്ന ഒരു പോയിന്റ് ആയിരിക്കണം ആര്? ഈ നമ്മൾ എക്സ് ആക്സിസിൻ്റെ മേലെ കണ്ടുപിടിക്കുന്ന പോയിന്റ്. ക്ലിയർ ആയോ? അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. ഈ സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ, അല്ലെങ്കിൽ പൊതുവേ ജോമെട്രിയിൽ തരുന്ന ക്വസ്റ്റ്യൻസിന് നമുക്കൊന്ന് ചിത്രമാക്കി കാണാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പകുതി പരിപാടി കഴിഞ്ഞു. വിഷ്വലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലോണം പ്രാക്ടീസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഇതിൽ നോക്കിയൊക്കെ നമ്മൾ എക്സ് ആക്സിസിന് മേലൊരു പോയിന്റ് കണ്ടുപിടിക്കണം. ആ പോയിന്റ് 7, 6 നിന്നും 3, 4 നിന്നും തുല്യ ദൂരത്തിലായിരിക്കണം. ഓക്കെ, അപ്പോൾ നോക്കിയപ്പോൾ ഇപ്പോൾ 3, 4 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇവിടെയാണെന്ന് വിചാരിക്കാം. 3, 4. 7, 6 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇവിടെയാണെന്ന് വിചാരിക്കാം. 7, 6. ഓക്കെ, ഈ രണ്ട് പോയിന്റിൽ നിന്നും ഒരേ ദൂരത്തിലുള്ള, ഇപ്പം ഞാൻ വരച്ച ഫിഗറിന് ചെറിയ പ്രശ്നം ഉണ്ടാവും, പക്ഷെ നിങ്ങൾ കാര്യമാക്കണ്ട, ഒരു കൺസെപ്റ്റ് കിട്ടിയാൽ മതി. ഒരേ ദൂരത്തിൽ വരുന്ന ഒരു പോയിന്റാണ് നമുക്ക് എക്സ് ആക്സിസിൻ്റെ മേലെ കണ്ടുപിടിക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ ഇതിനെ ഒരു എ എന്നും ഇതിനെ ഞാനൊരു ബി എന്നും എടുത്തു എന്ന് വിചാരിക്കാം മക്കളെ. ഇതിനെ ഞാൻ പോയിന്റ് എ എന്നും പോയിന്റ് ബി എന്നും എടുത്താൽ ഇവിടെ ഞാനൊരു ആർ എന്ന് പറയുന്ന പോയിന്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ കോർഡിനേറ്റ്സ് ആണ് ഞാൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് എക്സ് ആക്സിസിൻ്റെ മേലെയുള്ള പോയിന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിസിൻ്റെ മേലെയുള്ള പോയിന്റ് പ്രത്യേകത എന്താ? അവിടെ y എന്ന് പറഞ്ഞ കോർഡിനേറ്റിന് എന്തായിരിക്കും? 0 ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഞാനിവിടെ ഇതിനെ A,0 എന്ന് പറയുന്നൊരു പോയിന്റ് ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എ മാത്രം കണ്ടുപിടിച്ചാൽ മതി അല്ലേ? ഈ എക്സ് ആക്സിസിൻ്റെ മേലെയുള്ള ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവിടെ y 0 ആയിരിക്കില്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ എന്തെടുത്താൽ മതി? A0 എന്ന് പറഞ്ഞ് ഡിനോട്ടേഷൻ എടുത്തിട്ട് ഈ എ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. മനസ്സിലായോ? അപ്പം നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. നമ്മളോട് പറഞ്ഞ എന്താണ്? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് സെയിം ആണെന്ന് പറഞ്ഞു. സോ നമുക്ക് എഴുതാം AR എന്ന് പറയുന്ന ഡിസ്റ്റൻസും BR എന്ന് പറയുന്ന ഡിസ്റ്റൻസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. റെഡിയാണോ? ഇനി AR എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ശരിയല്ലേ? ഡിസ്റ്റൻസ് ഫോർമുല എന്താണ്? ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്നത് √(x2 - x1) ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ ആണ് രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ AR എന്ന് പറയുന്നത് എന്തായിരിക്കും? AR is equal to √(x2 - x1) ഹോൾ സ്ക്വയർ, അതായത് 3 - a ഹോൾ സ്ക്വയർ പ്ലസ് 4 - 0 ഹോൾ സ്ക്വയർ ആണ് AR എന്ന് പറയുന്നത്. ഇനി BR എന്ന് പറയുന്നത് എന്തായിരിക്കും? നോക്കിയേ 7 - a ഹോൾ സ്ക്വയർ പ്ലസ് 6 - 0 ഹോൾ സ്ക്വയർ. ഇവർ രണ്ടുപേരും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഇപ്പം ഇവിടെ നോക്ക്, ARലും BRലും റൂട്ട് ഉണ്ട്. ARും BRും ഈക്വൽ ആണെങ്കിൽ രണ്ട് സൈഡും സ്ക്വയർ എടുത്താലും എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഒരു വ്യത്യാസവും വരില്ല. ARും BRും ഈക്വൽ ആണെങ്കിൽ AR സ്ക്വയറും BR സ്ക്വയറും ഈക്വൽ ആയിരിക്കും. ശരിയല്ലേ? അപ്പം ഞാൻ ഈ രണ്ട് സൈഡും സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ആ റൂട്ട് അങ്ങ് ഒഴിവായി കിട്ടും. നമുക്ക് രണ്ടിനെയും കൂടെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നോക്ക്, രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാനിവിടെ എന്തായാലും ഇതിനുള്ളിൽ എക്സ്പാൻഷനും കൂടെ ചെയ്തേക്കാം അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയാൽ 3 - a ഹോൾ സ്ക്വയർ, a - b ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് റൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 9 - 6a പ്ലസ് a സ്ക്വയർ പ്ലസ് 4 - 0 എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ 16 എന്ന് വരും. ഇവിടെ എന്ത് വരും? √7 - a ഹോൾ സ്ക്വയർ 49 - 14a പ്ലസ് a സ്ക്വയർ പ്ലസ് 6ന്റെ സ്ക്വയർ 36 വരും. അപ്പം ഞാനിവിടെ ഈ സ്റ്റാർ എന്ന് പറയുന്ന സ്റ്റെപ്പ് ഞാനിവിടെ ചെയ്യാണ്. സ്ക്വയറുകൾ ഇക്വേറ്റ് ചെയ്തു കേട്ടോ. AR സ്ക്വയർ ഈക്വൽ ടു BR സ്ക്വയർ. അതുകൊണ്ട് ഇവിടെ നോക്കിയേ, a സ്ക്വയർ മൈനസ് 6a 9 + 16 എന്ന് പറഞ്ഞാൽ 25 ആണ്. 25 ഈക്വൽ ടു ഇവിടെ നോക്ക് a സ്ക്വയർ മൈനസ് 14a 36 49 കൂട്ടിയാൽ കഴിഞ്ഞാൽ എത്ര കിട്ടും? 5 8 85 വരും അല്ലേ? 85 വരും. ഇവിടെ നോക്കിക്കേ, രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ഈ a സ്ക്വയർ ക്യാൻസൽ ചെയ്ത് കളയാം. ഈ 14a ഞാൻ ഇപ്പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ 14a മൈനസ് 6a 25 ഞാൻ ഇങ്ങോട്ട് കൊടുത്തു. 85 - 20 ആയി. ഓക്കെ, ഇനി നോക്കൂ, ഇവിടുന്ന് 14a - 6a എന്ന് പറഞ്ഞാൽ 8a ആണ്. ഈക്വൽ ടു 85 - 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 65 ആണ്. അപ്പോൾ a നമുക്ക് എന്ത് കിട്ടി? 65/8 എന്ന് കിട്ടി. ശരിയാണല്ലോ?
അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പോയിന്റ് ആറിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? 65/8, 0. ഇതാണ് നമ്മുടെ പോയിന്റ്. റെഡിയാണല്ലോ? അത്രയാണ് ബേസിക് ആയിട്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നോക്കാനുള്ളത്. ആ ഫസ്റ്റത്തെ പോർഷനിൽ നമുക്ക് വരാവുന്ന ഒരു പ്രോബ്ലം കൂടെ നമ്മൾ നോക്കി. ഓക്കെ, ഇനിയാണ് നമ്മുടെ ചാപ്റ്ററിലെ ഒരു മേജർ ആയിട്ടുള്ള സംഭവത്തിലേക്ക് നമ്മൾ പോകുന്നത്. ഇൻക്ലിനേഷൻ ഓഫ് എ ലൈൻ. ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചരിവ് എന്നൊക്കെയാണ് അർത്ഥം. ഇൻക്ലൈൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ചരിഞ്ഞിരിക്കുന്ന ലൈൻ. അപ്പോൾ നമ്മൾ വെർട്ടിക്കൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുത്തനെയല്ലേ വരിക, അപ്പോൾ അതുപോലെയല്ല ചരിഞ്ഞിരിക്കുന്ന ലൈൻ. അപ്പോൾ എന്താണ് ഇൻക്ലിനേഷൻ നോക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ലൈൻ വരയ്ക്കുന്നുണ്ടേ. ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഇതാണ് എൻ്റെ ലൈൻ. മക്കളെ, നമ്മുടെ എക്സ് ആക്സിസിൽ ഈ ഭാഗത്തേക്ക് നമ്മൾ എന്താ പറയുക? ഇതിന് നമ്മൾ പോസിറ്റീവ് ഡയറക്ഷൻ എന്നാണ് പറയുക അല്ലേ? ഇത് പോസിറ്റീവ് ഡയറക്ഷനാണ്, ഇത് നെഗറ്റീവ് ഡയറക്ഷനാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും അറിയാലോ. ഇതൊരു ക്ലോക്ക് ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലോക്ക് മൂവ് ചെയ്യുന്ന ആ ഡയറക്ഷനെയാണ് ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത്. തിരിച്ച് ഇങ്ങോട്ട് പറയുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയാം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസിൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഈ ലൈനിലേക്ക് എത്രയാണ് ഇവിടെ വരുന്ന ആംഗിൾ എന്ന് നോക്കുന്നു. എന്താ ചെയ്തേ? പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. മക്കളെ, ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ഇത് മസ്റ്റാണ്. ഇത് വളരെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണ്. അതായത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസിൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ്, ക്ലോക്ക് പോകുന്ന ഇങ്ങനെയല്ലേ, അതല്ല, തിരിച്ച് ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഈ ലൈനിലേക്ക് എത്ര ആംഗിൾ ആണ് ഇവിടെ ഫോം ചെയ്ത് നോക്കുക. ഈ തീറ്റയെയാണ് നമ്മൾ ഇൻക്ലിനേഷൻ എന്ന് പറയാം. ഇൻക്ലിനേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത് ഈ തീറ്റയാണ്. മനസ്സിലായോ? ഇതാണ് ഇൻക്ലിനേഷൻ, തീറ്റ. നമ്മളിനി അങ്ങോട്ട് ഒരുപാട് സ്ഥലത്ത് ഇത് യൂസ് ചെയ്യും. അപ്പോൾ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസിൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഈ ലൈനിലേക്കുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻക്ലിനേഷൻ. ദി ആംഗിൾ ഫോംഡ് ബൈ ദ ലൈൻ, ആംഗിൾ formed by the line L with positive direction of x-axis, positive direction of x-axis in anti-clockwise direction, anti-clockwise direction. അതാണ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. ഡെഫിനേഷൻ മനസ്സിലായല്ലോ. ഇനി ഈ ഇൻക്ലിനേഷൻ നമ്മൾ പഠിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആയിട്ടുള്ള സ്ലോപ്പ് ഓഫ് ദ ലൈൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് സ്ലോപ്പ് ഓഫ് ദ ലൈൻ എന്ന് പറഞ്ഞാൽ? മക്കളെ, ഒന്നുമില്ല, ഇപ്പം നമ്മൾ കണ്ട തീറ്റയില്ലേ ഇൻക്ലിനേഷൻ, ആ തീറ്റയുടെ ടാൻ വാല്യൂവിനെയാണ് നമ്മൾ സ്ലോപ്പ് എന്ന് പറയുന്നത്. സ്മോൾ എൻ വെച്ചിട്ടാണ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പം ഇൻക്ലിനേഷൻ തീറ്റ, ആ ഇൻക്ലിനേഷൻ്റെ ടാൻ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്ലോപ്പ് എന്ന് പറയുക. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ എം വെച്ചിട്ടാണ്. ക്ലിയർ ആണല്ലോ? ഇത് വെച്ച് നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ഇനി ചെയ്യാൻ പോവുകയാണ്. ഈ കൺസെപ്റ്റ് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ സ്ലോപ്പ് കൊണ്ട് ഇവർ എന്താ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് നമ്മുടെ നമുക്കൊരു പ്ലെയിനിൽ തന്നിരിക്കുന്ന ഒരു ലൈൻ, ഈ ലൈൻ എത്രത്തോളം ചരിഞ്ഞാണ് ഇരിക്കുന്നത്, അതിൻ്റെ ഒരു ചരിവിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലോപ്പിനെ കുറിച്ച് പഠിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അത് എത്രത്തോളം ചെരിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ലൈൻ ഇങ്ങനെ വെർട്ടിക്കലി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം 90 ഡിഗ്രി ആണ് ഫോം ചെയ്തിരിക്കുന്നത് അല്ലേ. ഇനി ഇതിപ്പോൾ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആണെങ്കിൽ നമുക്ക് പറയാം ഇവിടെ നമുക്ക് 180 ഡിഗ്രി ആണ് ഫോം ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു ചരിവിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ലോപ്പ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനിയിപ്പോൾ എവിടേക്കാണ് നമ്മൾ റിയൽ ലൈഫിൽ എവിടേക്കാണ് സ്ലോപ്പ് കാണുക? നിങ്ങൾ ഈ ഇതൊക്കെ കണ്ടിട്ടില്ലേ? നമ്മളിങ്ങനെ പ്ലേ ഗ്രൗണ്ടിലൊക്കെ ഊർന്ന് വരുന്ന സാധനമൊക്കെ ഇല്ലേ? അത് ആ ചരിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ആൾക്കാർ ഇങ്ങനെ ഊർന്ന് വരുന്നത്. ചിലപ്പോൾ അതിൻ്റെ ചരിവ് കൂടുമ്പം സ്പീഡ് വരുന്നത് കുറയും, അല്ലെങ്കിൽ കൂടുമ്പം അതിന് വലിയ മാറ്റങ്ങളൊക്കെ വരും. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ടെക്നോളജിക്കലി നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരും. എസ്പെഷ്യലി ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടാണ് വരിക. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ മേക്കിംഗ് ഇൻക്ലിനേഷൻ ഓഫ് 60 ഡിഗ്രി വിത്ത് ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സ്ലോപ്പ് കണ്ടുപിടിക്കുക. ഇൻക്ലിനേഷൻ എത്രയും തന്നിട്ടുണ്ട്? 60 ഡിഗ്രി വിത്ത് ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. ഡയറക്റ്റ് അല്ലേ? നമുക്ക് തന്നിരിക്കുന്നത് തീറ്റയാണ് 60 ഡിഗ്രി. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി? എം ടാൻ ഓഫ് 60. ടാൻ തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? ടാൻ 60 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ √3 ആണ് വാല്യൂ വരിക. വളരെ സിമ്പിൾ അല്ലേ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയടിക്ക് ചെയ്യും, പക്ഷേ തെറ്റിക്കും. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ വിച്ച് മേക്സ് എൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി വിത്ത് ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ്. അവിടെ വരെ നമുക്ക് കേട്ട് പരിചയമുള്ള ക്വസ്റ്റ്യൻ, തൊട്ട് മുന്നത്തെ അതേ ക്വസ്റ്റ്യൻ. പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസ് മെഷർഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസ് നമ്മൾ പഠിച്ച എന്താ? പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. അപ്പോൾ അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യുക നോക്കിക്കേ.
ഇതിൽ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസ് ഏതാ? ഇതാണ് അല്ലേ, ഇത് താഴേക്ക് നെഗറ്റീവ് ആണ്. ഇതാണ് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ലൈൻ ഈ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസിൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ്, പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസിൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഒരു 30 ഡിഗ്രി ഫോം ചെയ്യുന്നു. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ. ക്ലിയർ ആണോ? ഈ ഈ ലൈനിൻ്റെ സ്ലോപ്പാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ ചോദ്യങ്ങൾ ട്വിസ്റ്റ് ചെയ്ത് തരും. അപ്പോൾ വൈ ആക്സിസിൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് 30 ഡിഗ്രി, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് എന്താണ്? അപ്പോൾ ഈ 30നെ നമുക്ക് തീറ്റയായിട്ട് എടുക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മുടെ തീറ്റയുടെ ഡെഫിനേഷൻ എന്താണ്? പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസുമായിട്ട് ലൈൻ എത്ര ആംഗിൾ മേക്ക് ചെയ്യുന്നു അതാണ് ഇൻക്ലിനേഷൻ തീറ്റ. എന്നാലേ ടാൻ തീറ്റ അത് ഡയറക്റ്റ് എഴുതാൻ പറ്റൂ. അപ്പോൾ ഇവിടുന്ന് തീറ്റ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും നോക്കിയേ. ഇവിടുന്ന് ഇവിടെ വരെ നമ്മുടെ തീറ്റ, അതായത് എക്സ് ആക്സിസിൽ നിന്ന് വൈ ആക്സിസ് വരെ നമ്മുടെ തീറ്റ 90 ഡിഗ്രി ആയിരിക്കുമല്ലോ. അത് നമുക്ക് ഒബ്വിയസ് ആണ്. ക്വാഡ്രന്റിൽ ഫോം ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. അതിൻ്റെ കൂടെ എന്ത് കൂടെ കൂട്ടിയാൽ മതി? ഈ 30 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തീറ്റ കിട്ടും. സോ തീറ്റ ഇവിടെ എത്രയാണ് മക്കളെ? 90 + 30 120 ഡിഗ്രി ആണ്. നമ്മൾ അപ്പോൾ കണ്ടുപിടിക്കേണ്ട സ്ലോപ്പിൻ്റെ വാല്യൂ എത്രയായിരിക്കും? ടാൻ തീറ്റ എന്ന് പറയുന്നത് ടാൻ 120 ആണ്. ടാൻ 120 നമുക്ക് അറിയാവുന്നൊരു വാല്യൂ അല്ല. അതിന് ജസ്റ്റ് എന്ത് തന്നെ എഴുതാം? ടാൻ 90 + 30 എന്ന് തന്നെ എഴുതാം. ടാൻ 90 + 30 എന്തായിരിക്കും? വൈ ആക്സിസ് ആണ് അല്ലേ? നമ്മൾ ട്രിഗ്നോമെട്രിയിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ? വൈ ആക്സിസിൽ വെച്ചിട്ടാണെങ്കിൽ ടാൻ മാറി ആര് വരും? കോട്ട് വരും. ടാൻ മാറി കോട്ട് വരും. കോട്ട് 30 വരും. കോട്ട് 30 എന്ന് പറഞ്ഞാൽ എവിടെയാണ് വരിക? കോട്ട് 30 എന്ന് പറഞ്ഞാൽ 90 + തീറ്റ അല്ലേ? അപ്പോൾ 90 + തീറ്റ ഇവിടെ വരിക. അവിടെ ഏത് വരിക? നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? എന്താ വരിക? ഓൾ സിൽവർ. സൈനിൻ്റെ കൊസീക്ക് മാത്രമേ ഇവിടെ പോസിറ്റീവ് ഉള്ളൂ. ബാക്കി എല്ലാവരും എന്താണ്? നെഗറ്റീവ് ആണ് വരിക അല്ലേ? യെസ്. അപ്പോൾ ശ്രദ്ധിക്കുക, കോട്ട് 30 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടുന്നത് -√3 ആയിരിക്കും. കോട്ട് 30 ഓൾറെഡി √3 ആണ്. പക്ഷേ ഇവിടെ ഈ സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് വരുന്നത് കൊണ്ട് അതിൻ്റെ വാല്യൂ എന്താവും? -√3 ആവും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാം. റെഡി? ഇനി നോക്ക്. സ്ലോപ്പ് ഓഫ് എ ലൈൻ വെൻ കോർഡിനേറ്റ്സ് ഓഫ് എനി 2 പോയിന്റ്സ് ഓൺ ദ ലൈൻ ആർ ഗിവൺ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മിസ് പറയുന്ന എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പറയുന്ന ഓരോ പ്രോബ്ലംസിന് മുന്നേ വരുന്ന കാര്യങ്ങൾ, നമ്മുടെ ഫോർമുലാസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി, ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്താണെന്ന് മനസ്സിലാക്കി തന്നെ പോകണം. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുള്ളത് സ്ലോപ്പ് ഓഫ് എ ലൈൻ വെൻ കോർഡിനേറ്റ്സ് ഓഫ് എനി 2 പോയിന്റ്സ് ഓൺ ദ ലൈൻ ആർ ഗിവൺ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ എന്താണ്? ഈ ലൈന് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തരുന്ന സമയത്ത് നമ്മൾ അതിനെ സ്ലോപ്പ് ടാൻ തീറ്റ എന്ന് പറഞ്ഞ് വളരെ സിമ്പിളായിട്ട് നമ്മൾ എടുത്തിരുന്നു. ശരിയല്ലേ? ഇപ്പം നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലൈനിൻ്റെ മേലെയുള്ള 2 പോയിന്റുകൾ തന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഈ ലൈനിൻ്റെ മേലെയുള്ള പോയിന്റ് തന്നു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? നിങ്ങൾക്ക് കുറച്ച് പറയാനുണ്ട്. അപ്പം ഞാൻ നല്ല ഇച്ചിരി വലുപ്പത്തിൽ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്ക്. ഇവിടെ ഈ സാധനം, ഇവിടെയുള്ള ആംഗിൾ നമുക്ക് തീറ്റ തന്നെയാണ്. ഇത് ഞാൻ തീറ്റ ആയിട്ട് എടുക്കുന്നു കേട്ടോ. തീറ്റ. ഈ 2 പോയിന്റ്സ് ഞാനിവിടെ എടുക്കുന്നുണ്ട്. അതായത് ഇത് x1 y1ഉം x1 y1ഉം ഇത് x2 y2 ആയിട്ട് എടുത്തു. ഇത് P, ഇത് Q ആയിട്ട് എടുത്തു. റെഡി ആണല്ലോ? ഇനി ഞാൻ നോക്കട്ടെ. ഇവിടെ കൂടെ ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. അതായത് ഈ Pയിൽ കൂടെ ഞാനൊരു ലൈൻ പാരലായിട്ട് എക്സ് ആക്സിസിനെ വരച്ചു. ഇപ്പം ഞാൻ പറയുന്ന കാര്യമുണ്ടല്ലോ മക്കളെ, നിങ്ങളിത് കാണാപ്പാടം പഠിക്കൊന്നും വേണ്ട. ഈ ഡെറിവേഷൻ ഇത് എങ്ങനെ വന്നു എന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ? അപ്പോൾ നിങ്ങളിതിങ്ങനെ കുത്തിരുന്ന് പഠിക്കൊന്നും വേണ്ട. നമ്മളൊരു ഫോർമുല പറയാൻ പോവുകയാണ്. അതെങ്ങനെ വന്നു എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഞാനിവിടെ ചെയ്യുന്നത് ഈ Pയിലൂടെ എക്സ് ആക്സിസിന് പാരലായിട്ട് ഞാനൊരു ലൈൻ വരച്ചു. അപ്പോൾ നോക്ക്, ഇവിടെയുള്ള ഈ ആംഗിളിൻ്റെ ഇതെന്തായിരിക്കും? ഇതെന്തായിരിക്കും ആംഗിൾ വരിക? നോക്കിയേ, 2 പാരലൽ ലൈൻസ് ഞാനൊരു ഇൻ്റർസെപ്റ്റ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ 2 ആംഗിളും സെയിം ആയിരിക്കണ്ടേ? നമ്മൾ പണ്ട് കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ? പാരലൽ ലൈൻസും ഇൻ്റർസെപ്റ്റ് അല്ല, ട്രാൻസ്വേഴ്സൽ അല്ലേ? അപ്പോൾ ഈ 2 ആംഗിൾസും സെയിം ആയിരിക്കണം. അപ്പോൾ ഇവിടെ തീറ്റയാണെങ്കിൽ നമുക്ക് എന്ത് പറയണം? ഇവിടെയും ആംഗിൾ തീറ്റയായിരിക്കും എന്ന് പറയാം. ശരിയാണല്ലോ? അപ്പോൾ ഇവിടെ തീറ്റ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ പറഞ്ഞു ടാൻ തീറ്റയാണ് സ്ലോപ്പ് എന്ന് പറഞ്ഞു. ശരിയല്ലേ? അപ്പോൾ ഇവിടുന്ന് ടാൻ തീറ്റയാണ് സ്ലോപ്പ്. അപ്പോൾ ഈ ലൈൻ്റെ സ്ലോപ്പിൽ മാറ്റമൊന്നും വരുന്നില്ല, ടാൻ തീറ്റയാണ്. പക്ഷേ പോയിന്റ് വെച്ചിട്ട് എങ്ങനെ പറയും നോക്കണമെങ്കിൽ, നമ്മളിവിടെ ഇതിനെ ഞാൻ ഇങ്ങനെ ജോയിൻ ചെയ്തു. ഇവിടെ ഞാനിത് എസ് എടുത്തു. ഇത് PQS എന്ന് പറയുന്ന റൈറ്റ് ആംഗിളിൽ ട്രയാങ്കിളായി. ഈ ട്രയാങ്കിളിൽ എന്താണ് ടാൻ തീറ്റ? ട്രയാങ്കിളിൽ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ ടാൻ തീറ്റ? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. ശരിയാണല്ലോ?
യെസ്. ഇനി ഈ ട്രയാങ്കിളിൽ ഈ തീറ്റയുടെ ഓപ്പോസിറ്റ് വരുന്ന ഈ ലെങ്ത് എത്രയാണ് വരിക? ഈ ലെങ്ത് എത്രയാണ് വരിക? എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കിയേ, ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ y കോർഡിനേറ്റ് എന്താ? y2 ആണ് അല്ലേ? അതായത് നോക്ക്, ഇതാണ് y2 എന്ന് പറയുന്ന ഹൈറ്റ്, ഇതാണ് y1 എന്ന് പറയുന്ന ഹൈറ്റ്. ഇവിടെ ഈ ജോയിൻ ചെയ്യുന്ന ഈ പോയിന്റ് ആണ് x1, കാരണം ഇവിടുത്തെ x1 അല്ലേ. ഇവിടെ ഈ ജോയിൻ ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത്? x2 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈറ്റ് എത്രയായിരിക്കും? ടോട്ടൽ വരുന്ന ഈ ഹൈറ്റ് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഹൈറ്റ് y2 ആണ്. നോക്കിയേ, y2 ആണ്. ഇത്രയും വരുന്ന ഹൈറ്റ് y2 ആണ്. ഇവിടെ വരെ വരുന്ന ഹൈറ്റ് y1 ആണ്. ടോട്ടൽ ഹൈറ്റും ആണ്, ഇത്രയും y1 ആണ്. അപ്പോൾ ഈ കഷ്ണം കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ടോട്ടലിൽ നിന്ന് ഈ ഒരു കഷ്ണം ഞാനങ്ങ് മുറിച്ച് കളയണം. ശരിയല്ലേ? അപ്പോൾ ഈ ഹൈറ്റ് എന്തായിരിക്കും വരിക? ടോട്ടൽ ഹൈറ്റ് y2വിൽ നിന്ന് ഞാൻ y1 വരെയുള്ള കഷ്ണം മുറിച്ച് മാറ്റുന്നതാണ് ഈ സൈഡിൻ്റെ ലെങ്ത്ത്. അതേപോലെ ഇവിടെ നോക്കുമ്പം ഇവിടെ വരെ x2 ആണ് കോർഡിനേറ്റ് അല്ലേ, ഇവിടെ വരെ x1 ആണ്. അപ്പോൾ ഇപ്പോൾ ഈ ഹൈറ്റ്, ഈ ലെങ്ത്ത് കിട്ടണമെങ്കിൽ ടോട്ടൽ x2വിൽ നിന്ന് ഞാൻ ഈ x1നെ കട്ട് ചെയ്ത് കളയണം. ഇതാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? x2 മൈനസ് x1 വരും. ക്ലിയർ ആവുന്നുണ്ടോ? ഇത് y2 മൈനസ് y1 വന്നു, x2 മൈനസ് x1 വന്നു. നിങ്ങൾ ഈ തീറ്റയെ നോക്കൂ, തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ത് വന്നു? y2 മൈനസ് y1 വന്നു. തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡ് എന്ത് വന്നു? x2 മൈനസ് x1. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ഇതാണ് സ്ലോപ്പ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. സ്ലോപ്പ് ഓഫ് എ ലൈൻ വെൻ 2 പോയിന്റ്സ് ഓൺ ദ ലൈൻ ആർ ഗിവൺ. ഒരു ലൈനിൻ്റെ മേലെയുള്ള 2 പോയിന്റുകൾ നമുക്ക് തന്നു കഴിഞ്ഞാൽ എന്താണ് സ്ലോപ്പ്? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ഡെറിവേഷൻ മൊത്തം നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യമില്ല. എങ്ങനെ വന്നു എന്ന് മനസ്സിലാവാൻ പറഞ്ഞതാണ്. ഇതൊന്നും മനസ്സിലായില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഭാഗം, ഈ ഫോർമുല പഠിച്ചു വെക്കുക. നമുക്ക് 2 പോയിന്റുകൾ x1 y1 x2 y2 എന്ന് പറഞ്ഞ പോയിന്റുകൾ തന്നാൽ സ്ലോപ്പ് എന്ന് പറയുന്നത് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി നോക്കിക്കേ, 2 കണ്ടീഷൻസ് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. 2 ലൈൻസ് പാരലൽ ആവണമെങ്കിൽ എന്താണ് സ്ലോപ്പിൻ്റെ പ്രത്യേകത? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. നോക്കിക്കേ, ഞാനിത് ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ എടുത്തു, മറ്റൊരു ലൈൻ ഇവിടെ എടുത്തു. അപ്പോൾ ഫസ്റ്റത്തെ ലൈനിൻ്റെ ഈ ആംഗിൾ എന്ന് പറയുന്നത് ഒരു ആൽഫ 1ഉം ഈ ആംഗിൾ ആൽഫ 2 ആണെന്ന് വിചാരിക്കാം. ലൈനുകൾ പാരലൽ ആണെങ്കിൽ ഈ ആംഗിളിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ലൈൻസ് പാരലൽ ആണെങ്കിൽ ഈ ആൽഫ 1ഉം ആൽഫ 2ഉം ഈക്വൽ ആയിരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ ടാൻ ആൽഫ 1ഉം ടാൻ ആൽഫ 2ഉം ഈക്വൽ ആയിരിക്കില്ലേ? യെസ്. അപ്പോൾ 2 സ്ലോപ്പുകളും ഈക്വൽ ആയിരിക്കും. ലൈനുകൾ പാരലൽ ആണെങ്കിൽ സ്ലോപ്പുകൾ ഈക്വൽ ആയിരിക്കും. പഠിച്ചു വെക്കുക, ലൈനുകൾ പാരലൽ ആണെങ്കിൽ സ്ലോപ്പുകൾ ഈക്വൽ ആയിരിക്കും. ലൈനുകൾ പാരലൽ ആണെങ്കിൽ സ്ലോപ്പുകൾ ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ലൈനുകൾ പെർപെൻഡിക്കുലർ ആണെങ്കിലോ? ലൈനുകൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലൈൻ L1ൻ്റെ സ്ലോപ്പ് M1ഉം ഈ ലൈൻ L2ൻ്റെ സ്ലോപ്പ് M2 ആണെങ്കിൽ M1 ഇൻറ്റു M2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ -1 ആയിരിക്കും. 2 ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ സ്ലോപ്പുകളുടെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? -1. ഇവിടെ നമുക്ക് പറയാം M1നെ ഈ M2നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ -1 ബൈ M2 ആണെന്ന് കിട്ടും. അല്ലെങ്കിൽ M2നെ ഇവിടെ വെച്ചിട്ട് M1നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ -1 ബൈ M1 ആണെന്ന് പറയാം. അതായത് 2 ലൈനുകൾ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണെങ്കിൽ നമുക്ക് പറയാം അവരവരുടെ നെഗറ്റീവ് റെസിപ്രോക്കൽസിനോട് ഈക്വൽ ആയിരിക്കും. നെഗറ്റീവ് റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ എന്താ? റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ തല തിരിച്ചിടുന്നത്. M1 ആണെങ്കിൽ 1 ബൈ M1 ആണ് റെസിപ്രോക്കൽ. അപ്പോൾ അതിന് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ്. അപ്പോൾ M1 എന്ന് പറഞ്ഞാൽ -1 ബൈ M2 ആയിരിക്കും. അല്ലെങ്കിൽ തിരിച്ച് M2 എന്ന് പറഞ്ഞാൽ -1 ബൈ M1. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ലൈൻ L1ൻ്റെ സ്ലോപ്പ് നമ്മളോട് പറയുകയാണ് 5 ആണ് സ്ലോപ്പ്. അപ്പോൾ ഈ L2 എന്ന് പറയുന്നത് L1നോട് പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ L2ൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? ഇതിൻ്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ -1 ബൈ 5. അത്രയേ ഉള്ളൂ, സിമ്പിൾ. ഒന്നിൻ്റെ സ്ലോപ്പ് M1 ആണെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈനിൻ്റെ സ്ലോപ്പ് -1 ബൈ 5 ആയിരിക്കും. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻസ്. 2 പോയിന്റുകൾ വീതം തന്നിട്ടുണ്ട്. ഈ പോയിന്റുകളിലൂടെ കടന്നു പോകുന്ന ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കലാണ് ടാസ്ക്. നമ്മുടെ സ്ലോപ്പ് എന്തായിരുന്നു? 2 പോയിന്റുകൾ തന്നു കഴിഞ്ഞാൽ സ്ലോപ്പ് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. x2 മൈനസ് x1 ഇതാണ് സ്ലോപ്പ്. ഡയറക്റ്റ് ആയിട്ടൊന്ന് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കൂ. ഫസ്റ്റ് വൺ എന്താണ്? 3, -2ഉം -1, 4 ആണ്. സ്ലോപ്പ് എന്ത് വരും? y2 നോക്ക്, -2, 4 അല്ലേ? അപ്പോൾ 4 മൈനസ് 2, 4 മൈനസ് -2 ഡിവൈഡഡ് ബൈ -1 -3 ഈക്വൽ ടു 4 + 2 ഡിവൈഡഡ് ബൈ -4.
അപ്പോൾ 6/-4 -3/2 വരും. ഇപ്പം നിങ്ങൾക്ക് വരുന്നൊരു സംശയം, ഇതിലേത് പോയിൻ്റ് ആദ്യം എടുക്കണം എന്നുള്ളതായിരിക്കും. അപ്പം ഞാൻ രണ്ടാമത്തെ പോയിൻ്റ് എടുത്തു എന്ന് വിചാരിക്കാം. അതായത് ഇതിനെ ഞാൻ y2 ആയിട്ട് എടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ വരിക? -2 y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1 3 -1. അപ്പോൾ -6/4 -3/2. അപ്പോൾ നമ്മൾ ഏത് ഓർഡറിൽ എടുത്താലും പ്രശ്നമില്ല. പക്ഷേ ഇതിൻ്റെ y1ഉം ഇതിൻ്റെ x2 എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ഇത് ഫസ്റ്റ് പോയിന്റ് ഇതെടുക്കുകയാണെങ്കിൽ ഇതിൽ x1ഉം y1ഉം ആയിട്ട് ഇതിനെ എടുക്കുക. സെക്കൻഡ് പോയിന്റ് ഇതെടുക്കുകയാണെങ്കിൽ ഇത് തന്നെ x2ഉം y2 ആയിട്ട് എടുക്കുക. അങ്ങോട്ട് ഇത് x1ഉം ഇത് x2ഉം അങ്ങനെ ആയിട്ട് എടുക്കരുത് കേട്ടോ, മാറിപ്പോവരുത്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഏത് ആദ്യം എടുക്കണം എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഇല്ല. നിങ്ങൾ ഏതെടുത്താലും അതിൻ്റേതായിട്ടുള്ള പെയറിൻ്റെ കൂടെ അങ്ങ് എടുത്താൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നും അവിടെ സംഭവിക്കാനില്ല. ഇനി നോക്കൂ, അടുത്ത നോക്കൂ, ഇതിൻ്റെ സ്ലോപ്പ് നോക്കിക്കേ. b m is equal to y2 - y1 -2 -2 ഡിവൈഡഡ് ബൈ x2 - x1 7 -3. അപ്പോൾ ആൻസർ എന്താ? മേലെ നമുക്ക് -2 + 2 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. 0 ആയിരിക്കും വരിക അല്ലേ? അപ്പോൾ നോക്കിയാൽ സ്ലോപ്പ് 0 ആണെങ്കിൽ ആംഗിൾ എത്രയായിരിക്കും? എപ്പോഴാണ് ടാൻ വാല്യൂ 0 ആവുന്നത്? ടാൻ 0 ആണ് 0 വരിക അല്ലേ? അപ്പോൾ നോക്ക്, നമ്മുടെ എക്സ് ആക്സിസിൻ്റെ സ്ലോപ്പാണ്, എക്സ് ആക്സിസിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സ്ലോപ്പ് എത്രയായിരിക്കും? 0 ആയിരിക്കും. അവിടെയല്ലേ നമുക്ക് 0 ഡിഗ്രി വരുന്നത് അല്ലേ മക്കളെ? ഇവിടെ നോക്കൂ, ഇതാണ് നമ്മുടെ ക്വാഡ്രൻറ്റ്, നമ്മുടെ പ്ലെയിൻ വരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ഇതാണ് എക്സ് ആക്സിസ്. അപ്പോൾ എക്സ് ആക്സിസിൻ്റെ മേലെ ലൈൻ വരികയാണെങ്കിലാണ് എന്താവുക? നമ്മുടെ തീറ്റ ഇൻക്ലിനേഷൻ 0. അവിടെ ഇൻക്ലിനേഷൻ ഇല്ല, ഇങ്ങനെ ചരിവില്ല, നേരെ ഇങ്ങനെ ഹൊറിസോണ്ടലി കിടക്കുകയാണ്, ചരിവ് വരുന്നില്ല. അപ്പോൾ ഡിഗ്രി 0 ആണ്, അല്ലെങ്കിൽ തീറ്റ 0 ആണ്. അപ്പോൾ ടാൻ വാല്യൂം 0 ആവും. അപ്പോൾ സ്ലോപ്പ് 0 ആണെന്ന് പറഞ്ഞാൽ അതെന്താണ്? എക്സ് ആക്സിസിൽ കിടക്കുന്ന ഒരു ലൈനാണ്. ഇനി സ്ലോപ്പ് ഡിഫൈൻഡ് അല്ല, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? എപ്പോഴാണ് ടാൻ വാല്യൂ ഡിഫൈൻഡ് അല്ലാതാവുന്നത്? ടാൻ വാല്യൂ ഡിഫൈൻഡ് അല്ലാതാവുന്നത് 90 ഡിഗ്രിയിലാണ് അല്ലേ? നമുക്ക് ടാൻ 90 എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ നമുക്കൊരു വാല്യൂ ഡിവൈഡ്, ഇപ്പോൾ താഴെ ഡിനോമിനേറ്ററിൽ 0 കിട്ടുന്നൊരു കേസ് സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോൾ വരികയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? അത് വെർട്ടിക്കലായിട്ട് വരുന്ന ഒരു ലൈനാണ് നമുക്ക് തന്നേക്കുന്നത്. അത്രയാണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ which passes through the origin and the midpoint of the line segment joining the points P and B. രണ്ട് പോയിന്റ്സും തന്നിട്ടുണ്ട്, കുറച്ച് കണ്ടീഷൻസും തന്നിട്ടുണ്ട് അല്ലേ? അതായത് നമ്മുടെ പോയിന്റ് ഏതിൽ കൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാം. നമ്മുടെ പോയിന്റ് ഏതിലൂടെ പാസ് ചെയ്ത് പോകുന്നത്? ഒറിജിൻ എന്ന് പറഞ്ഞാൽ എന്താ? 0 എന്ന് പറയുന്ന പോയിന്റ് ആണ് ഒറിജിൻ. അപ്പോൾ ഒന്ന് 0 പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇനി അടുത്ത ഒരു പോയിന്റ് കൂടെ കിട്ടിയാലേ നമുക്ക് നമ്മുടെ സ്ലോപ്പിന്റെ പോയിന്റ് ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, ശരിയല്ലേ? അപ്പോൾ ഒരു പോയിന്റ് കിട്ടി 0 ആണ്, ഓക്കെ, ഒറിജിനിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒറിജിനിലൂടെ ഇത് ഇങ്ങോട്ട് തന്നെയാണോ എന്നറിയില്ല അല്ലേ? ഓക്കെ, 0 - 4ഉം 8 0 ഈ രണ്ട് പോയിന്റുകളെ ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ മിഡ് പോയിന്റ്, അതുകൂടെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? മിഡ് പോയിന്റ് ഫോർമുല യൂസ് ചെയ്യണം. മിഡ് പോയിന്റ് ഫോർമുല നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ച ഓർമ്മയില്ലേ? മിഡ് പോയിന്റ് ഫോർമുല എന്താണ്? x1 plus x2 divided by 2 y1 plus y2 divided by 2. ഇതാണ് ഒരു മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് എന്തായിരിക്കും? x1 x2 നോക്കൂ, 0 plus 8/2, -4 plus 0/2. അതായത് 4, -2 ആയിരിക്കും നമ്മുടെ പോയിന്റ്. അപ്പോൾ നമ്മുടെ ലൈൻ പാസ് ചെയ്തു പോകുന്ന ഒരു പോയിന്റ് 0 ആണ്, ഒരു പോയിന്റ് ഈ 4 - 2 ആണ്. കിട്ടിയോ? നമുക്ക് തന്നത് ഒറിജിനിലൂടെയും പാസ് ചെയ്യുന്നുണ്ട്, രണ്ട് പോയിന്റ്സിൻ്റെ മിഡ് പോയിന്റിലൂടെയും പാസ് ചെയ്തിട്ടുണ്ട്. ആ മിഡ് പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം. സിമ്പിളാണ്. m is equal to y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ പോയിന്റും നമ്മൾ എടുക്കേണ്ട അടുത്ത പോയിന്റ് ഏതാ? 0 ആണ് അല്ലേ? അപ്പോൾ 0 - -2 ഡിവൈഡഡ് ബൈ 0 - 4 വരും. അപ്പോൾ 2/-4 -1/2 ആയിരിക്കും സ്ലോപ്പ് വരും. ക്ലിയർ ആണല്ലോ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസ് ഈ ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ ക്വസ്റ്റ്യൻ വായിച്ച് നമ്മളത് വിഷ്വലൈസ് ചെയ്ത് കണ്ടുപിടിക്കണം, ഏതിൽ കൂടിയാണ് നമ്മുടെ ലൈൻ കടന്നു പോകുന്നത് എന്നുള്ളത്. അത്രേ ടാസ്ക് വരാനുള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. Line through the points -2, 6 and 4, 8 is perpendicular to the line through the points 8, 12 and x 24. Find the value of x. എന്താ പറഞ്ഞിട്ടുള്ളത്? -2, 6, 4, 8. ഇതിപ്പോൾ -2, 6 എന്ന് പറഞ്ഞ പോയിന്റ്, 4, 8 എന്ന് പറഞ്ഞ പോയിന്റ്. ഈ രണ്ട് പോയിന്റ്സിലൂടെ പാസ് ചെയ്തു പോകുന്ന ലൈൻ എന്തിനോട് പെർപെൻഡിക്കുലർ ആണ്? 8, 12ഉം
8 12 എക്സ് 24 എന്ന് പറഞ്ഞ പോയിന്റുകളെ ജോയിൻ ചെയ്യുന്ന ലൈനിനോട് പെർപെൻഡിക്കുലർ ആണ്, 90 ഡിഗ്രി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് കണ്ടുപിടിക്കാം. എന്തായിരിക്കും ചെയ്യേണ്ടി വരിക? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ മക്കളെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, വീഡിയോ പോസ് ചെയ്തൊന്ന് ആലോചിച്ച് നോക്കുക, ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ പോസ് ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു, ആൻസർ കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എങ്ങനെയാണെന്നുള്ളത്. അതായത് ഈ 2 പോയിന്റുകൾ ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ സ്ലോപ്പ് നമുക്ക് ഇവിടുന്ന് L1 എന്ന് പറയുന്ന ലൈനിൻ്റെ സ്ലോപ്പ് M1 നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ആ M1നോട് നെഗറ്റീവ് റെസിപ്രോക്കൽ ആയിരിക്കില്ലേ ഈ ലൈനിൻ്റെ സ്ലോപ്പ്? എന്തുകൊണ്ടാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ലൈൻ വേറൊരു ലൈനോട് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആ ലൈനിൻ്റെ സ്ലോപ്പിന് നെഗറ്റീവ് റെസിപ്രോക്കൽ ആയിരിക്കും മറ്റേ ലൈൻ. അതായത് ഇവിടെ M2 എന്ന് പറയുന്നത് എന്തായിരിക്കണം? M2 എന്ന് പറയുന്നത് ഇതിൻ്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ -1/M1 ആയിരിക്കണം. അപ്പോൾ ഈ M1 കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ലോപ്പ് കിട്ടും. ആ സ്ലോപ്പ് യൂസ് ചെയ്ത് നമുക്ക് ഈ എക്സ് കണ്ടുപിടിക്കാം. ഓക്കെ ആണല്ലോ? ചെയ്ത് നോക്കാം. യെസ്. അപ്പോൾ M1 എന്ന് പറയുന്നത് y2 - y1 എക്സ് 8 - 6 ഡിവൈഡഡ് ബൈ 4 + 2, അതായത് 2/6 അല്ലെങ്കിൽ 1/3 ആണ് ഈ ലൈനിൻ്റെ സ്ലോപ്പ്. അപ്പോൾ നമ്മുടെ ഈ പെർപെൻഡിക്കുലർ ലൈൻ M2ൻ്റെ സ്ലോപ്പ് എന്താണ്? -1/M2. ഇതിൻ്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ, അതായത് തലതിരിച്ചിടുക വേണം, നെഗറ്റീവ് എടുക്കണം. അപ്പോൾ M2 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? -3 ആണ് എന്ന് കിട്ടും. -3 ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് M2 = y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1 എന്നുള്ളത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യണം, ഈ ലൈനിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ M2 എത്രയാണ്? -3. അപ്പോൾ -3 അവിടുത്തെ y2 എന്താ? 24 -y1 12 ഡിവൈഡഡ് ബൈ x2 എത്രയാ? x ആണ് വരുന്നത്, -8 വരും. കിട്ടിയോ? ഇതിൻ്റെ സ്ലോപ്പ് നമ്മൾ അപ്ലൈ ചെയ്തു, സ്ലോപ്പിൻ്റെ ഫോർമുല. ഇനി ഇവിടുന്ന് ഇതിങ്ങോട്ട് ട്രാൻസ്പോസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ -3x + 24 ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് എന്നിട്ട് ഞാൻ -3 വെച്ചിട്ട് രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്തു. = 24 - 12 12 ആണ്. -3x = ഈ 24 ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 12 - 24. സോ -3x = -12, x = 12/3, അതായത് 4. രണ്ട് സൈഡിൽ നിന്ന് നെഗറ്റീവും ക്യാൻസൽ ആയി പോകും. എക്സ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടിയല്ലോ. വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് 4 ആണ്. സിമ്പിളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെയോ കൺസെപ്റ്റുകൾ യൂസ് ചെയ്തു. പെർപെൻഡിക്കുലർ ലൈൻസിൻ്റെ സ്ലോപ്സ് നെഗറ്റീവ് റെസിപ്രോക്കൽ ആണെന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്തു. അതുപോലെ പോയിന്റുകൾ യൂസ് ചെയ്തിട്ട് സ്ലോപ്പ് കണ്ടുപിടിക്കുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്തു. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് ഇനി നോക്കാനുള്ളത് ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്. അപ്പോൾ നമ്മൾ പാരലൽ ലൈൻസിൻ്റെ പഠിച്ചു, പെർപെൻഡിക്കുലർ ലൈൻസിൻ്റെ പഠിച്ചു അല്ലേ? ഇനി അങ്ങനെയല്ല, അത് നോർമലി 2 ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ L1 എന്ന് പറയുന്ന ലൈൻ ഇത് ഇങ്ങനെ പോകണു, L2 എന്ന് പറയുന്ന ലൈൻ ഇങ്ങനെ പോകണു. അപ്പോൾ ഇവരുടെയൊക്കെ ഇൻക്ലിനേഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. നോക്കിക്കേ, L1ൻ്റെ ഇൻക്ലിനേഷൻ ഇവിടെ α1 ആയിട്ടും L2ൻ്റെത് α2 ആയിട്ടും തന്നിട്ടുണ്ട്. അപ്പോൾ നോർമലി നമുക്ക് പറയാവുന്നത് എന്താണ്? M1 എന്ന് പറയുന്നത് tan α1ഉം M2 എന്ന് പറയുന്നത് tan α2 ആണ്. ഇതാണ് നമുക്ക് ഈ തന്നിരിക്കുന്ന L1 L2 എന്ന് പറയുന്ന ലൈനുകളുടെ സ്ലോപ്പുകളായിട്ട് പറയാൻ പറ്റുക. ശരിയല്ലേ? ഇനി നമുക്ക് വേണ്ടത് എന്താണ്? L1 L2 തമ്മിലുള്ള ഇടയിലുണ്ടാകുന്ന ആംഗിളിൻ്റെ ഇക്വേഷനാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ 2 ലൈൻസ് ഇൻ്റർസെക്ട് ചെയ്യുമ്പോൾ ആക്ച്വലി അവിടെ എത്ര ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട് നോക്കിയേ. ഇവിടെ ഒരു തീറ്റ എന്ന് പറഞ്ഞൊരു ആംഗിൾ ഉണ്ടാവുന്നുണ്ട്, ഇവിടെ ഒരു ഫൈ ഉണ്ട്. ഇവിടെ ഉണ്ടാവുന്നത് ഞാൻ മാർക്ക് ചെയ്യാത്ത എന്തുകൊണ്ടാണ്? ഈ തീറ്റ തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക അല്ലേ? ഇത് തന്നെയാണ് ഇവിടെ ഉണ്ടാവുക, ഈ ഫൈ തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. സോ അത് സ്പെഷ്യലായിട്ട് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. നമുക്ക് തീറ്റ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫൈ കണ്ടുപിടിക്കാം. കാരണം ഇതൊരു ലീനിയർ പെയർ ആണ്. ലീനിയർ പെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ മേലെയുള്ള ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഇങ്ങനെ ഇതിപ്പോൾ ഇത് തീറ്റയാണെന്നുണ്ടെങ്കിൽ ഇത് ഫൈ ആണ്. അപ്പോൾ ഈ തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഫൈ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 180 - തീറ്റ കണ്ടുപിടിച്ചാൽ മതി. അപ്പം നമ്മൾ എല്ലാത്തിനും ഇക്വേഷൻ ഡിറൈവ് ചെയ്യേണ്ട കാര്യമില്ല. അക്യൂട്ട് ആംഗിൾ ചെറുത് നമ്മൾ ഈ തീറ്റയ്ക്കുള്ള ഇതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് എന്താവുമെന്ന് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ഇവിടുന്ന് ഇത് α1 ആണ്, ഇത് α2 ആണ്, ഇത് തീറ്റയാണ്. അപ്പോൾ ഈ ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്യാം. ഇത് ഞാൻ PQR എന്ന് പറയുന്ന ട്രയാങ്കിളായിട്ട് എടുത്തു. PQR എന്ന് പറയുന്ന ട്രയാങ്കിൾ. അപ്പോൾ ടോട്ടൽ നോക്ക്, ഇത് α1, ഇത് തീറ്റ, ഇത് എത്രയാണ് വരിക? ഇത് നമുക്കറിയാം 180 - α2 ആ വരിക. എന്തുകൊണ്ടാണ്? ഇത് ലൈനാണ് അല്ലേ? സ്ട്രേറ്റ് ലൈനാണ്. സ്ട്രേറ്റ് ലൈൻ്റെ മേലുള്ള ഒരു ആംഗിൾ ഇവിടെ α2 ഉണ്ട്. അപ്പോൾ ഇപ്പുറത്തെ കഷ്ണം എത്രയായിരിക്കണം? ടോട്ടൽ 180ൽ നിന്ന് α2 മുറിച്ച് കളയുന്നതായിരിക്കണം. ഈ ഡെറിവേഷൻ പഠിക്കേണ്ട കാര്യമില്ല കേട്ടോ, മനസ്സിലാക്കി വെച്ചാൽ മതി. ഫോർമുല മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. എങ്ങനെ വന്നു എന്നാണ് പറയുന്നത്.
അപ്പോൾ എന്ത് ചെയ്യുക, ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിലുള്ള മൊത്തം ആംഗിൾസും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടണം? 180 കിട്ടണം. അത് നമുക്കറിയാവുന്ന കാര്യമാണ്, ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ. അപ്പോൾ എനിക്ക് എഴുതാം, ഇൻ ട്രയാങ്കിൾ പി ക്യു ആർ ആൽഫ 1 പ്ലസ് തീറ്റ പ്ലസ് 180 മൈനസ് ആൽഫ 2 എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 180 ആയിരിക്കണം. അപ്പോൾ ആൽഫ 1 പ്ലസ് തീറ്റ മൈനസ് ആൽഫ 2 എന്ന് പറയുന്നത് ഈ 180 ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 0 ആയിരിക്കും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം മക്കളെ? തീറ്റ എന്ന് പറയുന്നത് ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി ആൽഫ 2 മൈനസ് ആൽഫ 1. ഇത് നെഗറ്റീവ് ഇങ്ങോട്ട് പോയപ്പോൾ പോസിറ്റീവായി, ഇത് ഇങ്ങോട്ട് പോയപ്പോൾ നെഗറ്റീവായി. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും ഈ തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? ആൽഫ 1 മൈനസ് ആൽഫ 2 മൈനസ് ആൽഫ 1 ആണെന്ന് പറയാം. ആൽഫ 1 ആൽഫ 2 എന്താണ്? നമ്മുടെ ലൈനുകളുടെ ഇൻക്ലിനേഷൻസ് ആണ്. അപ്പോൾ ഈ തീറ്റ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണെന്ന് കിട്ടി? ആൽഫ 2 മൈനസ് ആൽഫ 1 ആണെന്ന് കിട്ടി. ലൈനുകളുടെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ആ രണ്ട് ലൈൻസിൻ്റെയും ഇൻക്ലിനേഷൻ്റെ ഡിഫറൻസ് ആണെന്ന് കിട്ടി. ഇനി ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ടാൻ വാല്യൂ എടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ടാൻ തീറ്റ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തും ടാൻ തീറ്റ എടുക്കണം. അപ്പോൾ ടാൻ ഓഫ് ആൽഫ 2 മൈനസ് ആൽഫ 1 എന്ന് വരും. ടാൻ ഓഫ് എ മൈനസ് ബി എന്താ? ടാൻ ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ടാൻ ഓഫ് എ മൈനസ് ടാൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി. ഓർമ്മയുണ്ടല്ലോ ഫോർമുല? അപ്പോൾ ഇവിടെ നിന്ന് ടാൻ ആൽഫ 2 ടാൻ എ മൈനസ് ടാൻ ബി ടാൻ ആൽഫ 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ ആൽഫ 1 ഇൻറ്റു ടാൻ ആൽഫ 2. ഇനി ഈ ടാൻ ആൽഫ 1 ടാൻ ആൽഫ 2 ഒക്കെ എന്താണ് നമ്മൾ ഓൾറെഡി സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്? M1 M2 ആണല്ലേ. അപ്പോൾ ടാൻ ആൽഫ 2 എന്ന് പറഞ്ഞാൽ M2 മൈനസ് ടാൻ ആൽഫ 1 M1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് M1 ഇൻറ്റു M2. ആൻഡ് ഇതാണ് നമ്മുടെ ഫോർമുല. ക്ലിയർ ആയോ? തീറ്റ എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് ലൈൻസിന് ഇടയിൽ വരുന്ന ആംഗിൾ ആണെങ്കിൽ അതിൻ്റെ ടാൻ വാല്യൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത് എന്തൊക്കെ തമ്മിൽ. ഈ തീറ്റ എന്ന് പറയുന്നത് ഇൻക്ലിനേഷൻ തീറ്റയല്ല. എന്ത് തീറ്റയാണ്? ലൈനുകളുടെ ഇടയിൽ വരുന്ന ആംഗിൾ, അക്യൂട്ട് ആംഗിൾ, ചെറിയ ആംഗിളുടെ ഫോർമുലയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടാൻ തീറ്റ. ക്ലിയർ ആയോ? രണ്ട് ലൈൻസിന് ഇടയിൽ വരുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ അതിൻ്റെ ടാൻ വാല്യൂവിന് M2 മൈനസ് M1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് M1 ഇൻറ്റു M2 ആയിരിക്കും. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന് ഞാനൊരു മോഡുലസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ ഇവിടെ ഒരു ഫൈ ഇല്ലേ, അത് ഒപ്റ്റ്യൂസ് ആംഗിളാണ്. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ 90യേക്കാൾ ചെറുത്, ഒപ്റ്റ്യൂസ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയേക്കാൾ വലുത്. അപ്പോൾ ഞാൻ ഇതേ ഫോർമുല അല്ലെങ്കിൽ പ്രോബ്ലം ഒരു മെത്തഡ് യൂസ് ചെയ്ത് ഇതിൻ്റെ ടാൻ വാല്യൂ കണ്ടുപിടിച്ചാൽ അത് നെഗറ്റീവ് വാല്യൂ ആണ്. ഇതിൻ്റെ സെയിം തന്നെ പക്ഷേ നെഗറ്റീവ്. M2 മൈനസ് M1 ബൈ 1 പ്ലസ് M1 M2 തന്നെ പക്ഷേ നെഗറ്റീവ്. അപ്പോൾ നമ്മൾ രണ്ടിനും കൂടെ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഒരു അക്യൂട്ട് ആംഗിൾ കണ്ടുപിടിച്ചിട്ട് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. അല്ലെങ്കിൽ ഒരു ടാൻ വാല്യൂ കണ്ടുപിടിച്ച് പോസിറ്റീവ് ആണെങ്കിൽ അവിടെയുള്ളത് അക്യൂട്ട് ആംഗിൾ. മറ്റേത് കണ്ടുപിടിക്കണം നിർബന്ധമാണെങ്കിൽ 180 മൈനസ് തീറ്റ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ഫോർമുല മാത്രം പഠിക്കുക. ഇതിൽ മോഡുലസ് ഉണ്ട് എന്ന് ഓർക്കുക. ഓക്കെ, നമുക്ക് ചിലപ്പം തിരിച്ചൊക്കെ ചെയ്യുന്ന വരുമ്പോൾ ആ മോഡുലസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. ടാൻ തീറ്റ ഈക്വൽ ടു മോഡുലസ് ഓഫ് M2 മൈനസ് M1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് M1 M2 എന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ ആണല്ലോ? മോഡുലസ് മറന്നു പോകരുത്. കാരണം അത് പ്രോബ്ലം വരുമ്പോൾ ഞാൻ പറയാം എന്തുകൊണ്ടാണ് നമ്മളത് അങ്ങനെ ചെയ്തെന്നുള്ളത്. സോ ഒന്നും കൂടെ ഞാനിവിടെ റീറൈറ്റ് ചെയ്യുന്നു. ടാൻ തീറ്റ ഈക്വൽ ടു M2 മൈനസ് M1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് M1 ഇൻറ്റു M2 ഇതിൻ്റെ മോഡുലസ്. ക്ലിയർ ആണല്ലോ? പ്രോബ്ലം ചെയ്യാം. If the angle between two lines is pi by 4 and the slope of one of the lines is 1/2, find the slope of the other line. എന്താ പറഞ്ഞിരിക്കുന്നത്? ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് പൈ ബൈ 4. അപ്പോൾ തീറ്റ ഇവിടെ എന്താണ്? പൈ ഡിവൈഡഡ് ബൈ 4. സ്ലോപ്പ് ഓഫ് വൺ ഓഫ് ദ ലൈൻസ് 1/2. അപ്പോൾ നമുക്ക് ഏതോ ഒരു സ്ലോപ്പ് തന്നിട്ടുണ്ട്. M1 ഞാൻ 1/2 ആയിട്ട് എടുത്തു. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? M2. ഓക്കെ അല്ലേ? നമ്മുടെ ഫോർമുല പ്രകാരം ടാൻ തീറ്റ ഇവിടെ ടാൻ പൈ ബൈ 4 വരും ഈക്വൽ ടു M2നെ ഞാൻ ജസ്റ്റ് M ആയിട്ട് എടുക്കുവാണ്. M2നെ M എടുത്തു. M മൈനസ് 1/2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് M ഇൻറ്റു 1/2. അതായത് ടാൻ പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ ടാൻ 45 1 ആണ്. അപ്പോൾ 1 ഇസ് ഈക്വൽ ടു ഇവിടുന്ന് M മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 അല്ല. അപ്പോൾ ഈ 2നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2M മൈനസ് 1 ഡിവൈഡഡ് ബൈ 2. ടോട്ടലി ഇവിടുന്ന് അങ്ങനെ തന്നെ 2 പ്ലസ് M ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അങ്ങനെയല്ലേ വരിക? 1 പ്ലസ് M ഇൻറ്റു 1/2 M/2. അപ്പോൾ ഈ 2നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 പ്ലസ് M/2 എന്ന് കിട്ടും. ഇവിടുന്ന് രണ്ടിനും നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ബാക്കി എന്തുണ്ട്? സോ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് 1 ഈക്വൽ ടു 2M മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് M ആണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മോഡുലസിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മളിവിടെ ചെയ്തെന്താണ്? ഇവിടെ നമുക്ക് ടാൻ വാല്യൂ കിട്ടി,
അവിടുന്ന് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കുക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ആ മോഡുലസിൻ്റെ കാര്യം നമ്മൾ വിട്ടുപോകാതിരിക്കാം. അപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്കിപ്പോൾ മോഡ് എക്സിൻ്റെ വാല്യൂ 1 ആണെന്ന് പറഞ്ഞാൽ എക്സിൻ്റെ പോസിബിൾ വാല്യൂസ് എന്തൊക്കെയാണ്? ഒന്നുകിൽ 1 അല്ലെങ്കിൽ -1 അല്ലേ. ആ സാധനം നമ്മളിവിടെ അപ്ലൈ ചെയ്യണം. അതായത് 2m - 1/2 + m മോഡ്, അതിൻ്റെ മോഡ് 1 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ 2m - 1/2 + m 1 ആണ്, അല്ലെങ്കിൽ 2m - 1/2 + m -1 ആണ്. ഈ കണ്ടീഷൻസ് നമ്മളിവിടെ അപ്ലൈ ചെയ്യണം. എന്നിട്ട് 2 കേസ് നമ്മൾ കണ്ടുപിടിക്കണം. റെഡി. അപ്പോൾ ഇവിടെ ആദ്യത്തെ ചെയ്യുകയാണെങ്കിൽ 2m - 1 = 2 + m. ഞാൻ ഇതിന് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. ഈ എമ്മിന് ഇങ്ങോട്ടേക്ക് എടുക്കുകയാണെങ്കിൽ 2m - m = ഇതിന് ഇങ്ങോട്ട് കൊടുത്താൽ 2 + 1. അപ്പോൾ m = 3 എന്ന് കിട്ടും. അല്ലെങ്കിൽ നെഗറ്റീവ് ആവുകയാണെങ്കിലോ, ഇതിന് ഞാൻ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 2m - 1 = -2 - m എന്ന് കിട്ടും. ഈ -m ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 2m + m = -2 + 1 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 3m = -1, m = -1/3. അപ്പോൾ ഇതാണ് 2 പോസിബിൾ വാല്യൂസ് ആണ് ഈ എമ്മിനുള്ളത്. ഒന്നുകിൽ 3 ആയിരിക്കും, അല്ലെങ്കിൽ -1/3 ആയിരിക്കും. അത് നിങ്ങൾ ഓർത്തിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ എക്സ് ആക്സിസ് ആൻഡ് ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് 3 - 1 ആൻഡ് 4 - 2. എക്സ് ആക്സിസ്, ഇവിടെ ഞാൻ എക്സ് ആക്സിസ് വരച്ചു. ഈ എക്സ് ആക്സിസും 3 - 1 4 - 2 രണ്ട് പോയിന്റുകൾ ഇവിടെ എവിടെയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഒന്ന് 3 - 1 4 - 2 ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ലൈനും എക്സ് ആക്സിസും തമ്മിൽ ഫോം ചെയ്യുന്ന ആംഗിളാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ എക്സ് ആക്സിസിനെ കുറച്ച് മേലോട്ട് വരയ്ക്കാം, എന്നാലേ വിഷ്വലി നമുക്ക് ക്ലിയർ ആവുള്ളൂ. ഇങ്ങനെ എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ഒരു ആംഗിൾ എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലൈനായിട്ട് L1 എടുക്കുക, സെക്കൻഡ് ലൈനായിട്ട് L2 എടുക്കാം. ഫസ്റ്റ് ലൈൻ L1 എന്താണ്? എക്സ് ആക്സിസ് ആണ്. സെക്കൻഡ് ലൈൻ L2 എന്താണ്? നമ്മുടെ തന്നിരിക്കുന്ന ലൈൻ. അപ്പോൾ നമുക്ക് ശരിക്കും ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? ടാൻ തീറ്റ വേണം. ടാൻ തീറ്റ വേണം. അതിൽ m1 m2 നമുക്ക് ആവശ്യമാണ്. m2 - m1 / 1 + m1 × m2. അപ്പോൾ ഈ m1 m2 നമുക്ക് ഇവിടെ ആവശ്യമാണ്. ടാൻ തീറ്റയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. റെഡിയാണല്ലോ? നോക്കിക്കേ, എക്സ് ആക്സിസ് ആണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? ഞാൻ കുറച്ച് മുന്നൊരു പ്രോബ്ലത്തിൽ പറഞ്ഞിരുന്നു. എക്സ് ആക്സിസിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 0 ഡിഗ്രിയാണ്. സ്ലോപ്പ് എത്രയായിരിക്കും? 0 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം m1 എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. എക്സ് ആക്സിസിൻ്റെ ആട്ടോ 0 ഡിഗ്രിയാണ്. ഇനി m2 എന്ന് പറയുന്നത് എന്താ? 2 പോയിന്റുകളെ കണക്ട് ചെയ്യുന്ന ലൈനാണ്. 2 പോയിന്റുകളെ കണക്ട് ചെയ്യുന്ന ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാലോ. y2 - y1 / x2 - x1. റെഡി? ഇനി y2 - y1 / x2 - x1 ചെയ്ത് നോക്കുക. -2 - -1 -2 - -1 ഡിവൈഡഡ് ബൈ y2 x2 - x1 4 - 3 4 - 3. നോക്കൂ, m2 എന്താ വരുന്നത്? -2 - -1, അതായത് -2 + 1 എന്ന് പറഞ്ഞാൽ -1 ഡിവൈഡഡ് ബൈ 4 - 3 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ m2 നമുക്ക് എന്ത് കിട്ടി? -1 കിട്ടി. m1 0 എന്ന് കിട്ടി. അത് എക്സ് ആക്സിസിൻ്റെ സ്ലോപ്പ് ആയതുകൊണ്ട് 0 കിട്ടി. m2 എന്ന് പറയുന്നത് എന്ത് കിട്ടി? -1 ആണെന്ന് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? ടാൻ തീറ്റയിലോട്ട് നമ്മുടെ ഫോർമുലയിലോട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ടാൻ തീറ്റ = m2 നമുക്ക് -1 - 0 ഡിവൈഡഡ് ബൈ 1 + m1 × m2 -1 × 0 0. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടാൻ ഇൻവേഴ്സ് ഓഫ് -1. ടാൻ ഇൻവേഴ്സ് ഓഫ് -1 എന്ന് പറഞ്ഞാൽ എത്രയാ? സോ തീറ്റ = -45 അല്ലെങ്കിൽ -π/4. ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ടാൻ തീറ്റ കണ്ടുപിടിച്ച് തീറ്റയിലേക്ക് എത്തലാണ് നമ്മുടെ ടാസ്ക് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ടാൻ ഇൻവേഴ്സ് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ്, the slope of a line is double of the slope of another line. If tangent of angle between them is 1/3, find the slopes of the lines. എന്താ പറഞ്ഞിട്ടില്ലേ? ഒരു 2 ലൈൻ ഉണ്ട്. അതിൽ ഒന്നിൻ്റെ സ്ലോപ്പ് m. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ m1 എന്ന് പറയുന്നത് m ആയിട്ട് എടുത്തു. m2 എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ഡബിളാണ്. അപ്പോൾ 2m. ഓക്കെ, സ്ലോപ്പ് ഓഫ് എ ലൈൻ ഇസ് ഡബിൾ ഓഫ് ദ സ്ലോപ്പ് ഓഫ് അനദർ ലൈൻ. അപ്പോൾ m-ഉം 2m-ഉം ആണ് 2 ലൈൻസിൻ്റെ സ്ലോപ്പ്. ഇഫ് ടാൻജന്റ് ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദം ഇസ് 1/3, ആംഗിൾ ബിറ്റ്വീൻ ദം 1/3. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറയുന്നത് 1/3 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ m1 ഉം m2 ഉം കണ്ടുപിടിക്കുകയാണെന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോർമുല ടാൻ തീറ്റ =
m2 മൈനസ് m1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1 m2 അല്ലേ. ഇതിനകത്തോട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് എല്ലാ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1/3 ഈക്വൽ ടു m2ന് പകരം ഞാൻ എന്തെടുക്കുന്നു 2m എടുക്കുന്നു. 2m മൈനസ് m ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1 ഇൻറ്റു m2. സോ അപ്പോൾ ഇവിടെയും നമുക്ക് ടാൻ വാല്യൂ തന്നിട്ട് നമ്മൾ m വാല്യൂ കണ്ടുപിടിക്കല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മോഡുലസിനെ അപ്ലൈ ചെയ്യണം. ഇവിടെ നമുക്ക് എന്ത് കിട്ടും, അപ്പോൾ 1/3 ഈക്വൽ ടു മോഡുലസ് ഓഫ് 2m മൈനസ് m എന്ന് പറഞ്ഞാൽ m ആണ്, ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1 m2 എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഇവിടെ m1 m2ന് പകരം നമുക്ക് കൊടുക്കാം m-ഉം 2m-ഉം കൊടുക്കാം അല്ലേ. m ഇൻറ്റു 2m എന്ന് കൊടുക്കാം. m ഇൻറ്റു 2m എന്താണ് 2m². അപ്പോൾ ഇവിടെ 1 പ്ലസ് 2m² എന്ന് വരും. അപ്പോൾ മോഡുലസ് ഓഫ് എക്സ് 1 ആണെന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 1 മൈനസ് 1 നേരത്തെ ചെയ്ത അതേപോലെ തന്നെ രണ്ട് വാല്യൂസ് വരും. m/1 പ്ലസ് 2m² ഒന്നുകിൽ 1/3 ആണ്, അല്ലെങ്കിൽ -1/3 ആണ്. അപ്പോൾ ഈ രണ്ട് കേസസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് വാല്യൂസ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് കേസ് എടുക്കുകയാണ്, ഇതെടുക്കുകയാണെങ്കിൽ m ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2m² ഈക്വൽ ടു 1/3. അപ്പോൾ 3 ഇങ്ങോട്ട് കൊടുത്തു, ഇതിന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 3m ഇസ് ഈക്വൽ ടു 1 പ്ലസ് 2m². അപ്പോൾ ഇവിടുന്ന് ഈ 3m ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 2m² മൈനസ് 3m പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് രണ്ട് വാല്യൂസ് കിട്ടും, റൈറ്റ്. അതേപോലെ ഈ -1/3 സോൾവ് ചെയ്യുമ്പോഴും എനിക്ക് രണ്ട് വാല്യൂസ് കിട്ടും. അത് വെച്ചാണ് നമ്മൾ പോസിബിൾ m വാല്യൂസ് എടുക്കേണ്ടത്, റൈറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് -3m, ഇവിടെ നമുക്ക് എങ്ങനെ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 2m² മൈനസ് 2m മൈനസ് m പ്ലസ് 1 ഈക്വൽ ടു 0. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നിങ്ങൾക്കൊക്കെ അറിയാം എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. സാധാരണ നമ്മൾ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. പ്രൊഡക്റ്റ് 2 ആണ്, സമ്മ് -3 ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല വേണമെങ്കിൽ യൂസ് ചെയ്യാം. അവിടെ നിന്ന് എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. ഇവിടെ നിന്ന് 2m പുറത്തെടുത്ത് കഴിഞ്ഞാൽ m-1 കിട്ടും. ഒരു -1 പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇതിന്ന് രണ്ടും -1 പുറത്തെടുത്ത് കഴിഞ്ഞാൽ m-1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതൊന്ന് കോമൺ ആയിട്ട് നമുക്ക് m-1 പുറത്തെടുത്ത് കഴിഞ്ഞാൽ 2m-1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ m ഈക്വൽ ടു 1 അല്ലെങ്കിൽ m ഈക്വൽ ടു 1/2 എന്നുള്ള രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്ക് ഫസ്റ്റ് കേസ് സോൾവ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്നത്. ഇനി സെക്കൻഡ് കേസ് നമ്മൾ സോൾവ് ചെയ്യുമ്പം ഇതാ -3 ആണ് കേസ് 2. m ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2m² ഈക്വൽ ടു -1/3. ഒരു മൈനസ് ഉണ്ടെന്നേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. 3m ഇസ് ഈക്വൽ ടു -1 മൈനസ് 2m². ഇതിന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇതിന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇങ്ങോട്ടേക്ക് എടുക്കുകയാണെങ്കിൽ 2m² പ്ലസ് 3m പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇവിടുന്ന് ഞാൻ ഈ 3mനെ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യുമ്പം 2m² പ്ലസ് 2m പ്ലസ് m പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതിന്ന് രണ്ടും 2m കോമൺ എടുത്തു കഴിഞ്ഞാൽ m പ്ലസ് 1 കിട്ടും. ഇവിടുന്ന് m പ്ലസ് 1 ഉണ്ട്, ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതിന്ന് രണ്ടും ഞാൻ വീണ്ടും m പ്ലസ് 1 കോമൺ എടുത്തു കഴിഞ്ഞാൽ 2m പ്ലസ് 1 ഈക്വൽ ടു 0. അപ്പോൾ ആൻസേഴ്സ് എന്ത് വരും, ഒന്നുകിൽ -1 അല്ലെങ്കിൽ -1/2. അപ്പോൾ നോക്കിക്കേ, നമുക്ക് 4 വാല്യൂസ് ആണ് എമ്മിന് കിട്ടിയേക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഇതാണ് നമ്മുടെ കേസ്. അതായത് എമ്മിൻ്റെ വാല്യൂ എന്താണോ അതിന് ഡബിൾ ആണ് അടുത്ത വാല്യൂ, ശരിയല്ലേ. അപ്പോൾ നമുക്ക് 1 ആണ് നമ്മുടെ m എന്നുണ്ടെങ്കിൽ m1 ആണെന്നുണ്ടെങ്കിൽ m2 എന്തായിരിക്കും, അതിൻ്റെ ഡബിൾ ആയിരിക്കും. ഇനി m1 1/2 ആണെങ്കിൽ m2 എന്തായിരിക്കും, ഇതിൻ്റെ ഡബിൾ 1 ആയിരിക്കും. ഇനി m1 എന്ന് പറയുന്നത് -1 ആണെങ്കിൽ m2 എന്ന് പറഞ്ഞാൽ -2 ആയിരിക്കും. m1 എന്ന് പറയുന്നത് -1/2 ആണെങ്കിൽ m2 എന്ന് പറയുന്നത് -1 ആയിരിക്കും. ഇതാണ് അതിൻ്റെ പോസിബിലിറ്റീസ്. ഓക്കെ ആണല്ലോ, ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു മോഡൽസ് വരുന്ന കാര്യം നമുക്ക് ടാൻ വാല്യൂ തന്നിട്ട് നമ്മൾ വാല്യൂസ് കണ്ടുപിടിക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനിയാണ് നമ്മൾ മേജറായിട്ട് ഓരോ ലൈനുകൾക്ക് എങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കുക എന്നുള്ളത് പഠിക്കാൻ പോകുന്നത്. അതിൽ ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ടത് ഹൊറിസോണ്ടൽ ലൈൻ്റെയും വെർട്ടിക്കൽ ലൈൻ്റെയും ഇക്വേഷൻസ് എങ്ങനെ വരുന്നതാണ്. ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതാ ഇങ്ങനെ എക്സ് ആക്സിന് പാരലായിട്ട് പോകുന്ന ലൈനുകളെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുക. അപ്പോൾ ഇവിടെ നോക്കിയേ, ഞാൻ ഈ എക്സ് ആക്സിസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇവിടെ ഈ ലൈൻ്റെ മേലെ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും, ഇപ്പോൾ ഇവിടെയുള്ളൊരു പോയിന്റ്, ഇപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ് എന്തായിരിക്കും, ഇപ്പോൾ ഇവിടെ ഒരു -3,2 ആണെന്ന് വിചാരിക്കാം, -3,2. ഓക്കെ, ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് എന്തായിരിക്കും, അതായത് ഇവിടെയുള്ള -3 ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ ഒരു -1 ആയിട്ടുണ്ടാവും. പക്ഷേ y കോർഡിനേറ്റ് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ,
ഒരു മാറ്റവും വരുന്നില്ല. അപ്പോൾ അതായത് ഇത് -1 2 തന്നെയായിരിക്കും. ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് പോയേ ഇവിടെയുള്ള പോയിന്റ് എടുത്തു, അപ്പോഴും y കോർഡിനേറ്റ് മാറ്റം വരുന്നില്ല, പക്ഷേ എക്സ് ഇപ്പോൾ ഒരു 2 2ഓ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടാവും, റൈറ്റ്? അപ്പോൾ ഈ ലൈനിൻ്റെ മേലെ ഞാൻ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിൽ y കോർഡിനേറ്റ് മാറുന്നില്ല, എക്സ് കോർഡിനേറ്റ് മാത്രമേ മാറുന്നുള്ളൂ. അവിടെ y ഫിക്സ്ഡ് ആണ്. അതുകൊണ്ട് y = a എന്നുള്ളതായിരിക്കും നമ്മുടെ ഒരു ഹൊറിസോണ്ടൽ ലൈനിൻ്റെ ഇക്വേഷൻ. ആ ഹൊറിസോണ്ടൽ ലൈൻ നമുക്ക് ഇവിടെ താഴെ കൂടെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ആ y = aക്ക് പകരം എന്താവും -a ആവും. ഇതാണ് ഹൊറിസോണ്ടൽ ലൈനിൻ്റെ ഇക്വേഷൻ. അതുപോലെ തന്നെയാണ് വെർട്ടിക്കൽ ലൈനിൽ അവിടെ y ഫിക്സ്ഡ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, എക്സ് ഫിക്സ്ഡ് ആയിരിക്കും, ഈ പോയിന്റ് ഫിക്സ്ഡ് ആയിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ y മാറുന്നതിനനുസരിച്ചിട്ട് വൈയുടെ കോർഡിനേറ്റ്സ് മാത്രം മാറും. അപ്പോൾ അവിടെ എക്സ് ഫിക്സ്ഡ് ആണ്. സോ x = b. ഇവിടെയാണ് വെർട്ടിക്കൽ ലൈൻ വരുന്നതെന്നുണ്ടെങ്കിൽ x = -b. ഇതായിരിക്കും ഇക്വേഷൻ വരിക. ക്ലിയർ ആണല്ലോ? വെർട്ടിക്കൽ ലൈൻ ആണെങ്കിൽ എക്സ് ഫിക്സ്ഡ് ആയിരിക്കും, ഹൊറിസോണ്ടൽ ലൈൻ ആണെങ്കിൽ y ഫിക്സ്ഡ് ആയിരിക്കും. അത്രയേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ നോക്ക്. ഫൈൻഡ് ദി ഇക്വേഷൻസ് ഓഫ് ദ ലൈൻ പാരലൽ ടു ആക്സിസ് ആൻഡ് പാസിംഗ് ത്രൂ -2 3. അതായത് ആക്സിസിന് പാരലൽ ആണ് ലൈനുകൾ നമ്മുടെ ആക്സിസിന് പാരലൽ ആയിട്ടാണ് പോകുന്നത്. സോ പാരലൽ ടു ആക്സിസ് ആണ് -2 3 പോകുന്നുണ്ട്. -2 3 എന്ന് പറയുമ്പോൾ എവിടെ വരും? ഏകദേശം ഇവിടെ വരും അല്ലേ? അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്ത് പോകുന്ന ആക്സിസുകൾക്ക് പാരലൽ ആയിട്ട് വരുന്ന ലൈനുകൾ ഇങ്ങനെയാണ് വരിക. ഇത് L1ഉം ഇത് L2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ L1ൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? L1 പാസ് ചെയ്ത് പോകുന്നത്, L1 എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ലൈനാണ് അല്ലേ? വെർട്ടിക്കൽ ലൈൻ ആണെങ്കിൽ അവിടെ എന്താ ഫിക്സ് ആയിട്ട് വരുന്നത്? എക്സ് ആണ് ഫിക്സ് ആയിട്ട് വരുന്നത്. ഇവിടുത്തെ എക്സ് എന്താ? -2. അപ്പോൾ L1ൻ്റെ ഇക്വേഷൻ x = -2 ആയിരിക്കും. ഓക്കെ, ഇനി ഈ y1 എന്ന് പറയുന്നത് അല്ലെങ്കിൽ L2 എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഇക്വേഷനാണ്, ലൈനാണ്. അവിടെ ഫിക്സഡ് ആയിട്ട് വരുന്നത് എന്തായിരിക്കും? y ആയിരിക്കും. അവിടെ എന്താണ്? y കോർഡിനേറ്റ് എന്താണ്? 3 ആണ്. അപ്പോൾ y = 3 എന്നുള്ളതാണ് L2ൻ്റെ ഇക്വേഷൻ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഏതിൽ പോയിന്റിലൂടെയാണോ പാസ് ചെയ്ത് പോകുന്നത്, അപ്പോൾ ഇവിടെയുള്ള പോയിന്റ് ആണെങ്കിൽ രണ്ട് ലൈനിൻ്റെ മേലെയുള്ള ഓരോ പോയിന്റുകൾ കിട്ടി, അത് വെച്ചിട്ട് നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ വെർട്ടിക്കൽ ലൈനിൻ്റെ അതിനകത്തോട്ട് അപ്ലൈ ചെയ്തു. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനിയാണ് നമ്മുടെ മേജർ ആയിട്ടുള്ള ഫോംസ് വരുന്നത്. ഇത് നിങ്ങൾ തറോ ആയിട്ട് പഠിക്കണം, എന്നാൽ മാത്രമേ ഏത് രീതിയിൽ നിങ്ങൾക്ക് പ്രോബ്ലം ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് കുറേ ഇക്വേഷൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻസ് വരും. എപ്പോഴാണ് കൺഫ്യൂഷൻ വരിക? നിങ്ങൾ ക്ലിയർ ആയിട്ട് എന്താണെന്ന് മനസ്സിലാക്കാതെ ജസ്റ്റ് ഇങ്ങനെ ബൈ ഹാർട്ട് പോലെ അങ്ങനെ നമ്മളിങ്ങനെ ഇത് പഠിക്കില്ലേ, ഫോർമുല, അപ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. ആ കൺഫ്യൂഷൻ ഒന്നും ആവശ്യമില്ല. നമ്മളിതിപ്പോൾ ക്ലിയർ ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ നോക്കുക, ഒന്നാമത്തെ ഫോം പോയിന്റ് സ്ലോപ്പ് ഫോം. അപ്പോൾ പറഞ്ഞുതരാം. നമ്മൾ ഏതൊരു ജിയോമെട്രിക്കൽ സാധനം എടുത്തു കഴിഞ്ഞാലും, ഇപ്പോൾ ഒരു സർക്കിൾ ആയിക്കോട്ടെ, ഒരു ലൈൻ ആയിക്കോട്ടെ, ഒരു പോയിന്റ് ആയിക്കോട്ടെ, അതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഓൾജിബ്രൈക്കിൽ എഴുതാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കതിനെ എഴുതാൻ പറ്റും അല്ലേ? വരയ്ക്കുക എന്നുള്ളതിനപ്പുറത്തോട്ട് നമുക്കതിനെ എഴുതാൻ പറ്റും. അതാണ് നമ്മൾ ഓൾജിബ്ര എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയോമെട്രിക്കലി ഉള്ളൊരു സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ പേപ്പറിലോട്ട് എഴുതാവുന്ന രൂപത്തിൽ ഓൾജിബ്രൈക്കലി നമ്മൾ എക്സ്പ്രസ് ചെയ്യാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറേ ലൈനിൻ്റെ കാര്യങ്ങൾ തരും, അവരിങ്ങനെ പാസ് ചെയ്തു, ഇതിലൂടെ പാസ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ ആ ലൈനിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? അപ്പോൾ ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ആ ലൈനിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ്. ഓക്കെ, അതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഞാൻ ഒരു 3x + 4y = 2, ഇതാണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഒരു ബേസിക് ഫോം. അപ്പോൾ ഇതൊരു ലൈനിൻ്റെ ഇക്വേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ ആ ലൈനിൻ്റെ മേലെയുള്ള ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഈ എക്സിലും വൈയിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബേസിക് ഐഡിയ. എന്താണ്? നമ്മളൊരു ലൈനിൻ്റെ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞു, അതിൽ എക്സും വൈയും ഒക്കെ ഒരു ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ ആ ലൈനിൻ്റെ മേലെയുള്ള ഏത് പോയിന്റ് എടുത്ത് നമ്മൾ എക്സിലും വൈക്കും ഇട്ട് കൊടുത്താലും ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആയിട്ട് വരണം. അപ്പോഴാണ് ആ ലൈനിൻ്റെ ഇക്വേഷനാണ് അത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ ഞാൻ എവിടുന്ന പെട്ടെന്നൊരു 3x + 4y = 2 എഴുതിയേ? ഞാൻ എന്തുകൊണ്ട് x² എഴുതിയില്ല? അവിടെ ഒരു ജനറൽ ഫോർമാറ്റ് നിങ്ങൾ പഠിക്കണം. ax + by + c = 0, അല്ലെങ്കിൽ ax + by = ഒരു -c. ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ. ഈ എയും ബിയും സിയും മാറി 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 വരുന്നതായിരിക്കും എപ്പോഴും ലൈനിൻ്റെ ഇക്വേഷൻ. x² ഒക്കെയാണ് നിങ്ങൾക്ക് ചെയ്ത് ഉത്തരം കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം തെറ്റിയെന്നാണ്. ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പവർ എപ്പോഴും എന്തായിരിക്കും? എക്സിൻ്റെ വൈൻ്റെ ഒക്കെ പവർ മാക്സിമം 1 വരുള്ളൂ, x² ഒന്നും വരില്ല. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനത്തെ ഫോമിലേക്ക്, അതായത് നമുക്ക് കുറേ കണ്ടീഷൻസ് തരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു ഫോമിലേക്ക് ഇക്വേഷൻസ് ലൈനിനെ ആക്കിയെടുക്കലാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, അതിലൊന്നാമത്തെയാണ് പോയിന്റ് സ്ലോപ്പ് ഫോം. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നമുക്കൊരു ലൈൻ, ആ ലൈനിൻ്റെ മേലെയുള്ള ഒരു പോയിന്റ് തന്നു, അതായത് ഒരു x1 y1 എന്നുള്ള പോയിന്റ്, അല്ലെങ്കിൽ x0 y0 എന്ന് പറഞ്ഞൊരു പോയിന്റ് തന്നു, അതിൻ്റെ സ്ലോപ്പും തന്നു.
ടാൻ തീറ്റ ഈക്വൽ ടു എം എന്ന് പറയുന്ന സ്ലോപ്പും തന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതാണ് നമ്മൾ ഫോർമുല പഠിക്കാൻ പോകുന്നത്. ഒരു ലൈൻ തന്നു, അതിൻ്റെ സ്ലോപ്പും തന്നു, ആ ലൈൻ്റെ മേളിലൊരു പോയിന്റ് തന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇക്വേഷൻ? ക്ലിയർ ആണോ? നോക്കൂ, ഇവിടെ നിന്ന് ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ആർബിട്രറി പോയിന്റ് എടുത്തു, എക്സ് വൈ എന്ന് പറഞ്ഞ്. നമുക്ക് ഇക്വേഷനിൽ എന്തായാലും എക്സും വൈയും വേണമല്ലോ. ഇക്വേഷൻ ആകുമ്പോൾ എക്സും വൈയും വേണം. ആ എക്സ് വൈ എന്ന് പറഞ്ഞത് ഈ ലൈൻ്റെ മേലുള്ള വേറൊരു പോയിന്റ് ആയിട്ട് ഞാൻ എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ 2 പോയിന്റുകൾ വെച്ച് സ്ലോപ്പ് എന്താ? എം ഈക്വൽ ടു ഒന്നിന് x1 y1 ഒന്നിന് x2 y2 ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്ലോപ്പ് എന്തായിരുന്നു വന്നുകൊണ്ടിരുന്നത്? ഇപ്പോൾ y2 മൈനസ് y1, അതായത് y മൈനസ് y0 ഡിവൈഡഡ് ബൈ x മൈനസ് x0 എന്ന് കിട്ടും. ഇതിനെ ജസ്റ്റ് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ y മൈനസ് y0 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x0. ഇതാണ് നിങ്ങളുടെ പോയിന്റ് സ്ലോപ്പ് ഫോമിൽ വരുന്ന ഇക്വേഷൻ. ഇതിൽ നിങ്ങൾക്ക് x0 y0 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ നിങ്ങൾക്ക് തരും. ഒരു 3, 4, -1, 2 എന്ന് പറഞ്ഞ വാല്യൂ തരും. അതുപോലെ തന്നെ സ്ലോപ്പും നിങ്ങൾക്ക് തരും. ഈ 2 സ്ലോപ്പും വെച്ച് ഇങ്ങനൊരു ഫോമാറ്റിലേക്ക് ആക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ x + by = c എന്ന് പറയുന്ന ഒരു ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഥം. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ എങ്ങനെ വന്നു എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതാണ് നമ്മുടെ മേജർ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഫോർമുല. y മൈനസ് y0 ഈക്വൽ ടു m ഇൻറ്റു, അതായത് സ്ലോപ്പ് ഇൻറ്റു x മൈനസ് x0. x0 y0 ആണ് നമുക്ക് നമ്പേഴ്സ് ആയിട്ട് തരുന്നത്, അതുപോലെ സ്ലോപ്പും എക്സും വൈയും അതുപോലെ തന്നെ വയ്ക്കാൻ മതി. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ത്രൂ -2, 3 വിത്ത് സ്ലോപ്പ് -4. വളരെ സിമ്പിളാണ്. നമുക്ക് തന്നിരിക്കുന്ന x0 y0 എന്ന് പറയുന്ന പോയിന്റ് -2, 3 ആണ്. സ്ലോപ്പ് തന്നിരിക്കുന്നത് -4 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താ? y മൈനസ് y0 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x0 ആണ് അല്ലേ? അപ്പോൾ നോക്കൂ, y മൈനസ് y0 എന്താ? 3 ഈക്വൽ ടു സ്ലോപ്പ് -4 ഇൻറ്റു x മൈനസ് x0 എന്താ? -2. അപ്പോൾ ഈ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇക്വേഷൻ ഉള്ള നെഗറ്റീവാണ്. ഈ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ -2ന് നെഗറ്റീവാണ്, മാറിപ്പോവരുത്. ഇനി y മൈനസ് 3 ഈക്വൽ ടു -4 ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -4x, ഇത് രണ്ടും കൂടെ പ്ലസ് ആയി പോയി, ഈ മൈനസ് കൂടെ വരുമ്പോൾ -8 എന്ന് വരും. ഇതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്താൽ 4x + y -3 + 8 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഫൈനൽ ആൻസർ ആയിട്ട് 4x + y + 5 ഈക്വൽ ടു 0. ഇതാണ് -2, 3യിലൂടെ പാസ് ചെയ്ത് സ്ലോപ്പ് -4 ഉള്ള സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ വിച്ച് പാസസ് ത്രൂ 2√3 ഇൻക്ലൈൻഡ് വിത്ത് ദി എക്സ് ആക്സിസ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 75 ഡിഗ്രി. 75 ഡിഗ്രിയിൽ ഇൻക്ലിനേഷൻ ആണ് നമ്മുടെ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞ ഇൻക്ലിനേഷൻ തീറ്റ അല്ലേ? തീറ്റ നമുക്ക് ഇവിടെ തന്നേക്കുന്നത് 75 ഡിഗ്രിയാണ്. ഓക്കെ, നമുക്ക് പോയിന്റ് തന്നു, പക്ഷെ എന്തുകൂടെ വേണമായിരുന്നു? സ്ലോപ്പ് കൂടെ തന്നിട്ടുണ്ടായിരുന്നെങ്കിലാണ് നമുക്ക് പോയിന്റ് സ്ലോപ്പ് ഫോം യൂസ് ചെയ്യാൻ പറ്റുക. പോയിന്റ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ തന്ന പോയിന്റും സ്ലോപ്പും യൂസ് ചെയ്തിട്ട് ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ടാൻ തീറ്റ കണ്ടുപിടിക്കണം അല്ലേ? ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ 75 അറിയാമോ? ടാൻ 75 എന്താണെന്ന് അറിയാമോ? അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ 75നെ 30 + 45 എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, ടാൻ a + b എന്താണ്? ടാൻ a + b ടാൻ a പ്ലസ് ടാൻ b ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ a ഇൻറ്റു ടാൻ b അല്ലേ? ടാൻ 30 എന്താണ്? 1/√3 പ്ലസ് ടാൻ 45 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/√3 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഈ √3 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 + √3 ഡിവൈഡഡ് ബൈ √3. ന്യൂമറേറ്റർ ഇങ്ങനെ വരും. ഈ √3 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ √3 - 1 √3 - 1 ഡിവൈഡഡ് ബൈ √3 എന്ന് വരും. √3 ക്യാൻസൽ ആക്കി കളയാം, ശരിയല്ലേ? അപ്പോൾ അവിടുന്ന് ടാൻ തീറ്റ ഈക്വൽ ടു 1 + √3 ഡിവൈഡഡ് ബൈ √3 - 1 എന്ന് കിട്ടും. ഓക്കെ, ഇത് താഴെ √3 ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? അതൊരു രസമല്ലേ അല്ലേ കാണാൻ? നമ്മൾ എന്ത് ചെയ്യുക? അതിനൊന്ന് റാഷണലൈസ് ചെയ്യുക. ഇത് √3 ഇറാഷണൽ ആണെന്ന് അറിയാലോ. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഈ റാഷണൽ നമ്പർ വരുന്ന രീതിയിൽ നമ്മളൊന്ന് മാറ്റണം. അതിനെന്താ ചെയ്യേണ്ടത്? ഇവിടെ എന്താണോ വരുന്നത് അതിൻ്റെ കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ √3 - 1 അല്ലേ? നമ്മൾ അതിന് √3 + 1 വെച്ചിട്ട് മേലെയും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കാൻ നോക്കൂ. മേലെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 1 + √3യുടെ
സ്ക്വയർ ആയിട്ട് വരും അല്ലേ. അപ്പം നമുക്ക് മേലെ 1+√3 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. താഴെ എന്താണുള്ളത്? a+b × a - b ഐഡന്റിറ്റി a² - b² വരും അല്ലേ. അപ്പോൾ √3² - 1². അപ്പോൾ ഇവിടെ മേലെ നമുക്ക് a+b ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്താൽ 1 + 2√3 + 3 ഡിവൈഡഡ് ബൈ √3യുടെ സ്ക്വയർ 3 - 1 എന്ന് വരും. അതായത് 4 + 2√3 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. കോമൺ ആയിട്ട് 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ 2 + √3 എന്ന് വരും. അതായത് ഇവിടുന്ന് ഞാൻ 2 കോമൺ ആയിട്ട് പുറത്തെടുത്തു, എന്നിട്ട് ആ 2 താഴത്തെ 2 ആയിട്ട് ക്യാൻസൽ ചെയ്തു. അപ്പോൾ 2 + √3 ആണ് എന്ത്? tan θ എന്ന് കിട്ടും. സ്ലോപ്പ് എത്ര കിട്ടി? 2 + √3. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 2 2√3 പാസ് ചെയ്തിട്ട് സ്ലോപ്പ് 2 + √3 ആയിട്ടുള്ള ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ പോയിന്റ് സ്ലോപ്പ് ഫോർമുല യൂസ് ചെയ്യുക. എന്താണ്? y - y0 = m × x - x0. m നമ്മൾ കണ്ടുപിടിച്ചു, y0 x0 നമുക്ക് തന്നിട്ടുണ്ട്. സോ y - y0 2√3 = m എന്ന് പറഞ്ഞാൽ 2 + √3 ആണെന്ന് ഓൾറെഡി കണ്ടുപിടിച്ചു. x - x0 2 ആണ്. ഇതൊന്ന് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും പ്രശ്നമില്ല. ഓക്കെ, നമുക്ക് ഇവിടെ ടാസ്ക് ഈ സ്ലോപ്പ് കണ്ടുപിടിച്ച് നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതായിരുന്നു. ഇങ്ങനെ വെച്ചാലും മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്താലും ഓക്കെയാണ്. ക്ലിയർ ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ വിച്ച് ഇസ് ഇന്റർസെക്ടിംഗ് ദ എക്സ് ആക്സിസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 3 യൂണിറ്റ്സ് ടു ദ ലെഫ്റ്റ് ഓഫ് ഒറിജിൻ വിത്ത് സ്ലോപ്പ് -2. എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ് ആക്സിസിനെ ഒറിജിനിൽ നിന്ന് 3 യൂണിറ്റ് ലെഫ്റ്റിൽ വെച്ച് ഇന്റർസെക്ട് ചെയ്യുന്നു. ഒറിജിനിൽ നിന്ന് 3 യൂണിറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? -3യിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. -3യിൽ intersect. Find the equation of the line which is intersecting x-axis at a distance of 3 units to the left of the origin with a slope -2. സ്ലോപ്പ് വരുന്നത് എത്രയാണ്? -2. അപ്പോൾ ഇങ്ങനെ എങ്ങനെയോ പോകുന്ന ഒരു ലൈനാണ്. അതിൻ്റെ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് -3 x-ആക്സിസിലായതുകൊണ്ട് -3 0 ആയിരിക്കും പോയിന്റ് വരിക അല്ലേ. അതായത് ലെഫ്റ്റിലേക്ക് 3 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ -3 ആണ് വരിക. x-ആക്സിസിൻ്റെ മേലെ ആയതുകൊണ്ട് y 0 ആയതുകൊണ്ട് ആ പോയിന്റിന് നമുക്ക് എന്തെടുക്കാം? -3 0 ആണെന്ന് എടുക്കാം. സ്ലോപ്പ് നമുക്ക് തന്നേക്കുന്നത് -2 ആണ്. അപ്പോൾ x0 y0 എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ് ആ പോയിന്റ്? -3 0 ആണ്. ഓക്കെ, പിന്നെ സ്ലോപ്പ് നമുക്ക് -2 ആണ്. അങ്ങനെയാണെങ്കിൽ y - y0 = m × x - x0. y - 0 = -2 × x - 3. ഓക്കെ, ഇത് സോൾവ് ചെയ്താൽ മതി. y = -2x. ഇതിനെ ഞാൻ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ. അപ്പോൾ -2x, ഇത് ഓൾറെഡി പ്ലസ് ആയിട്ടുണ്ടായിരുന്നു. ഈ നെഗറ്റീവും കൂടെ പോകുമ്പോൾ നെഗറ്റീവ് ആവും, -6. ഇതിനെല്ലാം കൂടി ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 2x + y + 6 = 0 എന്ന് ആൻസർ കിട്ടും. സിമ്പിൾ അല്ലേ? അത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ which intersects the y-axis at a distance of 2 units above the origin and making an angle of 30° with positive direction of x-axis. നീട്ടി വലിച്ച് തന്നേ ഉള്ളൂ അല്ലേ. ആ പോയിന്റ് എന്താണ്? y-axisനെ ഇന്റർസെക്ട് ചെയ്യുന്നത് 2 യൂണിറ്റ്സ് above the origin എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് എത്രയായിരിക്കും? 2 യൂണിറ്റ്സ് above the origin. എന്താ ഇവിടെ? അപ്പോൾ y-axisന്റെ മേലെ ആയതുകൊണ്ട് x കോർഡിനേറ്റ് 0 ആയിരിക്കും, y കോർഡിനേറ്റ് 2 ആണെന്ന് കിട്ടി. ഇനി ആംഗിൾ എത്രയാണ്? 30° with positive direction of x-axis. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് 30° ആണ്. അപ്പോൾ സ്ലോപ്പ് tan തീറ്റ എന്തായിരിക്കും? tan 30 1/√3 ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് സ്ലോപ്പ് കിട്ടി. x0 y0 എന്ന് പറയുന്ന പോയിന്റ് 0 2 ആണെന്നും കിട്ടിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. y - y0 = m × x - x0. അപ്പോൾ y - 2 = x/√3. ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ √3y -2√3 = x. √3y. ഇനി ഇതിനെല്ലാം കൂടെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ x - y√3 + 2√3 = 0. ഇതാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ്. സിമ്പിൾ അല്ലേ? അപ്പം നമ്മൾ ക്വസ്റ്റ്യൻസ് വായിച്ച് അതിനകത്തോട്ട് എത്തുക എന്നുള്ളതാണ്. ഫൈനൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് ഈ കണ്ടൻസ് ഡീറ്റെയിൽസ് നമ്മൾ എടുക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ നമുക്ക് എന്തായിട്ട് വരുന്നുള്ളൂ? ഒരു ടാസ്ക് ആയിട്ട് വരുന്നുള്ളൂ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി ലൈൻ പാസിംഗ് ത്രൂ -3, 5 ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ത്രൂ ദ പോയിന്റ്സ് 2, 5 ആൻഡ് -3, 6. ഇവിടെ നോക്കിയാൽ ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഒരുപാട് തവണ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. -3, 5 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു ലൈൻ. ഇത്
ഇത് എന്തിനോട് പെർപെൻഡിക്കുലർ ആണ്? 25 മൈനസ് 36 എന്ന് പറഞ്ഞ പോയിന്റുകളെ ജോയിൻ ചെയ്യുന്ന ലൈനിനോട് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇവിടെ ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കാം. 25 മൈനസ് 36 എന്ന് പറഞ്ഞ് ഇതൊരു L2 ആയിട്ട് എടുത്തു, ഇത് ഞാനൊരു L1 ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പം ഈ L2യുടെ ഡീറ്റെയിൽസ് എന്താണ്? ഇതിലൂടെയാണ് പാസ് ചെയ്തു പോകുന്നത്. L1ന്റെ ഡീറ്റെയിൽസ് എന്താ? മൈനസ് 35ലൂടെയാണ് പാസ് ചെയ്തു പോകുന്നത്. ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്താണ്? ഇവർ തമ്മിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനുകളാണ്. ഓക്കെ, നമുക്ക് എന്താ വേണ്ടേ? ഈ മൈനസ് 35ലൂടെ പാസ് ചെയ്തു പോകുന്ന ലൈൻ്റെ ഇക്വേഷൻ ആണ് വേണ്ടത്. ക്ലിയർ ആയോ? ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ പാസിംഗ് ത്രൂ മൈനസ് 35. അതിൻ്റെ ഇക്വേഷനാണ് നമുക്ക് വേണ്ടത്. ബാക്കിയുള്ളത് നമുക്കിത് കണ്ടുപിടിക്കാനുള്ള ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ സ്ലോപ്പ് നമുക്ക് തന്നിട്ടില്ല, L1ൻ്റെ സ്ലോപ്പ് തന്നിട്ടില്ല. ആ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഹിൻ്റ് ആയിട്ടാണ് L2 തന്നിരിക്കുന്നത്. പെർപെൻഡിക്കുലർ ലൈൻസ് ആണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ എം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ ആയിരിക്കും ഇവിടുത്തെ എം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിന്റ്സ് ലോ ഫോമിൽ അപ്ലൈ ചെയ്യാം അല്ലേ? അപ്പോൾ L2ൻ്റെ എം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ടാസ്ക്. L2ൻ്റെ M2 കണ്ടുപിടിക്കണം. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ച പോയിന്റുകൾ തന്നാൽ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോമുല നോക്കൂ. y2 മൈനസ് y1 ബൈ x2 മൈനസ് x1, 6 മൈനസ് 5 ഡിവൈഡഡ് ബൈ മൈനസ് 3 മൈനസ് 2, അതായത് മൈനസ് 1 ബൈ 5 ആണ് M2. ഇത് നമ്മൾ എഴുതേണ്ടത് സിൻസ് L1 is perpendicular to L2, നമുക്ക് എങ്ങനെ എഴുതാം? M1 എന്ന് പറയുന്നത് മൈനസ് 1 ബൈ M2 ആണെന്ന് പറയാം. സോ M1 എന്ത് കണ്ടുപിടിക്കാം? ഇതിൻ്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ തലതിരിച്ചിടുകയും വേണം, നെഗറ്റീവ് എടുക്കുകയും വേണം. അപ്പോൾ M1 എന്തായി? 5 ആയി. അപ്പോൾ നമുക്ക് കിട്ടി, ഇതിൻ്റെ സ്ലോപ്പും കിട്ടി, പോയിന്റും കിട്ടി. ഓക്കെ, റെഡി അല്ലേ? പോയിന്റ് സ്ലോപ്പ് ഫോമുല അപ്ലൈ ചെയ്താൽ മതി. സോ y മൈനസ് y0 ഇവിടെ 5 ആണ്, ഈക്വൽ ടു സ്ലോപ്പ് നമുക്ക് 5 ആണ്, x മൈനസ് -3, അപ്പോൾ x പ്ലസ് 3 എന്ന് എഴുതും. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയെന്നേ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ 5x, എടാ ഇതിനെ ഈ y മൈനസ് 5x എന്ന് പറഞ്ഞ് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് എക്സിനെ പോസിറ്റീവ് ആക്കി എഴുതുന്നതാണ് കേട്ടോ. അത് ഏതായാലും കറക്റ്റാണ്. 5x മൈനസ് y ഇതിനെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്ലസ് 20 ഈക്വൽ ടു 0. ഇത് ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. 5xന് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ y മൈനസ് 5x മൈനസ് 20 ഈക്വൽ ടു 0 എന്ന് എഴുതിയാലും കറക്റ്റാണ്. രണ്ടും കറക്റ്റാണ് കേട്ടോ. അതിൽ ഇന്ന് എക്സിൽ തന്നെ തുടങ്ങണം, എക്സ് പോസിറ്റീവ് ആവണമെന്നില്ല. പിന്നെ ഇതാണ് എനിക്ക് കാണുമ്പോൾ ഒരു രസം, അതുകൊണ്ട് അങ്ങനെ എഴുതുന്നേ ഉള്ളൂ. റെഡി? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ പെർപെൻഡിക്കുലർ ഫ്രം ദ ഒറിജിൻ ടു എ ലൈൻ മീറ്റ്സ് ഇറ്റ് അറ്റ് ദ പോയിന്റ് -29. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. അതായത് നമ്മുടെ അടുത്തുള്ള ലൈൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ലൈനിലേക്ക് ഒറിജിനിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ, ഒറിജിൻ എന്ന് പറഞ്ഞാൽ എന്താ? 0 0. ആ ലൈനിലേക്ക് ഒറിജിനിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ആ ലൈനിനെ മീറ്റ് ചെയ്യുന്നത് -29 -2 എന്ന് പറയുമ്പം ഈ ഒരു ക്വാഡ്രൻറ്റിൽ എവിടെയെങ്കിലും ആയിരിക്കും അല്ലേ? അപ്പോൾ ഒരു -29 ഞാൻ ഇവിടെ എടുത്തു. ഓക്കെ, അതായത് ഇങ്ങനെ പോകുന്ന ഒരു ലൈനിനെ ഒറിജിനിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? പെർപെൻഡിക്കുലർ ഫ്രം ദി ഒറിജിൻ ടു എ ലൈൻ. ഒരു ലൈൻ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നു, ആ ലൈനിലേക്ക് ഒറിജിനൽ നിന്ന് പോകുന്ന പെർപെൻഡിക്കുലർ 90 ഡിഗ്രി ഇത് മേക്ക് ചെയ്യുന്ന ആ ലൈൻ പോകുന്നത് മീറ്റ് ചെയ്യുന്നത് -29 അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ്റെ ലൈനിൻ്റെ ഇക്വേഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ ഞാൻ L2 ആയിട്ടും ഈ നമ്മൾ കണ്ടുപിടിക്കേണ്ട ലൈനിനെ L1 ആയിട്ടും എടുത്തു. അപ്പോൾ നമുക്ക് തന്ന ഡീറ്റെയിൽസ് എന്താണ്? L2 സ്റ്റാർട്ട് ചെയ്യുന്നത് -0 0 അല്ലെങ്കിൽ പാസ് ചെയ്ത് പോകുന്ന ഒരു പോയിന്റ് 0 0യും പാസ് ചെയ്ത് പോകുന്ന മറ്റേ പോയിന്റ് -29 ആണ്. ഇന്റർസെക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? -29 എവിടെയൊക്കെ തന്നെ ഉണ്ട്, L1ലും ഉണ്ട്, L2ലും ഉണ്ട്. രണ്ട് ലൈൻസിനും ഒരു കോമൺ പോയിന്റ് വരുമ്പോഴാണ് ഒരു ഇന്റർസെക്റ്റ് ചെയ്യുക എന്ന് പറയാം അല്ലേ? അപ്പോൾ L2ൻ്റെ ഡീറ്റെയിൽസ് കിട്ടി, പെർപെൻഡിക്കുലർ ആണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? L1 കണ്ടുപിടിക്കാം. തൊട്ട് മുന്നേ ചെയ്ത സെയിം പാറ്റേൺ ആണ് അവിടെ വരിക. അപ്പോൾ ഈ ഒറിജിൻ ആണെന്നുള്ള കൺസെപ്റ്റ് മാത്രം ഒന്ന് ഓർത്താൽ മതി. അപ്പം L2ൻ്റെ M2 എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? 0 മൈനസ് 9 ഡിവൈഡഡ് ബൈ 0 പ്ലസ് 2 എന്ന് വരും. -9/2 ആണ്. അതുകൊണ്ട് M1 എന്തായിരിക്കും? M1 എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണല്ലോ, നെഗറ്റീവ് റെസിപ്രോക്കൽ എടുക്കുക, 2/9 ആയിരിക്കും. ബാക്കി ഡീറ്റെയിൽസ് കിട്ടി, കാരണം 2ഉം 9ഉം ഈ ലൈൻ്റെ മേലെ തന്നെയുള്ള പോയിന്റ് ആണ്. അത് തന്നെ നമുക്ക് x0 y0 ആയിട്ട് എടുക്കാം. അപ്പോൾ x0 y0 ഇസ് ഈക്വൽ ടു -2, 9. അപ്പോൾ y മൈനസ് y0 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x0 എന്ന് വരും. m എന്ന് പറഞ്ഞാൽ 2/9. അപ്പോൾ y മൈനസ് 9 ഇസ് ഈക്വൽ ടു 2/9 ഇൻറ്റു x പ്ലസ് 2. ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9y മൈനസ് 81 ഈക്വൽ ടു 2x പ്ലസ് 4. ഓക്കെ, 2x ഞാൻ ഇതിന് ഇങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. 2x മൈനസ് 9y പ്ലസ് 85 ഈക്വൽ ടു 0.
സിമ്പിളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പോയിന്റ് സ്ലോപ്പ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് മേജറായിട്ട് വരിക. ഓക്കെ ആണല്ലോ. അപ്പോൾ പോയിന്റ് സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എന്താണ്? y മൈനസ് വൈ നോട്ട് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. ആ എക്സ് നോട്ട് വൈ നോട്ട് തന്നിട്ടുണ്ടാവും, സ്ലോപ്പും തന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഡീറ്റെയിൽസ് എങ്കിലും തന്നിട്ടുണ്ടാവും. അടുത്തതെന്ന് പറഞ്ഞാൽ 2 പോയിന്റ് ഫോമാണ്. ഒരു ലൈനിൻ്റെ മേലെയുള്ള 2 പോയിന്റുകൾ x1 y1ഉം അതുപോലെ തന്നെ x2 y2 2 പോയിന്റുകൾ തന്നാൽ നമ്മൾ എങ്ങനെയാണ് ഇക്വേഷൻ കണ്ടുപിടിക്കുക? നമ്മുടെ പോയിന്റ് സ്ലോപ്പ് ഫോം എന്തായിരുന്നു? y മൈനസ് വൈ നോട്ട് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്, m ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് അല്ലേ? ഈ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു പോയിന്റ് നമുക്ക് തന്നാണ്. അപ്പം നമുക്ക് സപ്പോസ് ഇവിടെ എന്തെടുക്കാം? x1 y1 എന്നുള്ള പോയിന്റാണ് തന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കിതിനെ റീറൈറ്റ് ചെയ്യുമ്പോൾ y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് എഴുതാം. ഇനി ഈ m എന്ന് പറഞ്ഞാൽ എന്താ? ഈ കേസിൽ 2 പോയിന്റുകൾ തന്നാൽ സ്ലോപ്പ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 അല്ലേ? അത് തന്നെയാണ് 2 പോയിന്റ് ഫോർമുല. y മൈനസ് y1 ഈക്വൽ ടു എമ്മിന് പകരം ഡയറക്റ്റായിട്ട് സ്ലോപ്പ് തരുന്നതിന് പകരം നമ്മൾ അവിടെ കണ്ടുപിടിക്കണം y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ഇൻറ്റു എക്സ് മൈനസ് x1. ഇതാണ് 2 പോയിന്റ് ഫോർമുല. ഇനി ഈ x1 y1 ആണ് ഇവിടെ നമ്മൾ എടുത്തത് അല്ലേ? അതിന് പകരം x2 y2 എടുത്താലും സെയിം ആൻസറാണ് നിങ്ങൾക്ക് കിട്ടുക. ഇപ്പം നമുക്ക് തന്ന 2 പോയിന്റുകളിൽ ഞാനിപ്പോൾ ഈ ഫോർമുല എടുത്തത് എവിടുന്ന x1 y1 എന്നുള്ള പോയിന്റുകൾ ഇവിടെ എടുത്തിട്ടാണ് ചെയ്തത്. അതിന് പകരം ഈ തന്ന പോയിന്റ് എടുത്താലും സെയിം ആൻസറാണ് കിട്ടുക വാല്യൂ ചെയ്യുന്ന സമയത്ത്. ഇവിടെ മാത്രം സ്ലോപ്പ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച സാധനം തന്നെ സ്ലോപ്പ് പക്ഷെ അവർ തരില്ല, 2 പോയിന്റ് തരും. ആ പോയിന്റുകൾ വെച്ച് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കണം. ദാറ്റ്സ് ഓൾ. ക്ലിയർ ആണല്ലോ? നോക്കിയേ, റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ത്രൂ ദ പോയിന്റ്സ് 1 മൈനസ് 1 ആൻഡ് 3 5. വെരി സിമ്പിൾ. ആദ്യം സ്ലോപ്പ് കണ്ടുപിടിച്ച് വയ്ക്കുക. സ്ലോപ്പ് എന്ന് പറഞ്ഞത് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. നോക്കിയേ, y2 5 മൈനസ് മൈനസ് 1 5 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3 മൈനസ് 1. അപ്പോൾ 6 ഡിവൈഡഡ് ബൈ 2 3 ആണ് നമ്മുടെ സ്ലോപ്പ് എന്ന് കിട്ടി. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക. അപ്പോൾ ഞാൻ y മൈനസ് ഇതാണ് ഞാൻ എടുക്കുന്ന പോയിന്റ്. അപ്പോൾ y മൈനസ് -1 y പ്ലസ് 1 ഈക്വൽ ടു സ്ലോപ്പ് 3 ആണ്. 3 ഇട്ട് കൊടുത്തു, എക്സ് മൈനസ് 1 ഇട്ട് കൊടുത്തു. സോ y പ്ലസ് 1 ഇസ് ഈക്വൽ ടു 3x മൈനസ് 3 അല്ലെങ്കിൽ 3x മൈനസ് y. ഇതിന് അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ -4 ഈക്വൽ ടു 0. ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, 1 മൈനസ് 1ന് പകരം ഈ പോയിന്റ് എടുത്താലും ഇതേ ആൻസർ കിട്ടുമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ? നോക്കിയേ, സ്ലോപ്പിന് മാറ്റമൊന്നും വരില്ല, 3 തന്നെയാണ്. y മൈനസ് വൈ നോട്ട്, അവിടെ y നോട്ട് എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ y മൈനസ് 5 ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് അവിടെ എന്താണ്? 3 ആണ്. ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. y മൈനസ് 5 ഈക്വൽ ടു 3x മൈനസ് 9. 3x വൈനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 3x മൈനസ് വൈ. ഈ -5 അപ്പുറം പോകുമ്പം +5 ആവും. അപ്പം -9 + 5 എന്ന് പറയുമ്പം +4 ആവും ഈക്വൽ ടു 0. സെയിം അല്ലേ? 3x മൈനസ് വൈ പ്ലസ് 4 ഈക്വൽ ടു 0. ഇവിടെ -4 ആണ് വരിക. 9 അല്ലേ വലുത്? -9 + 5 അല്ലേ വരിക? അപ്പം -4 ഈക്വൽ ടു 0. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം. ചോദ്യമില്ല, അതിലത്രേ ചെയ്യാനുള്ളൂ അല്ലേ? ഓക്കെ. ഇനി സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം ആണ്. സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ലോപ്പും തരും, ഒരു ഇൻ്റർസെപ്റ്റും തരും. എന്താണ് ഇൻ്റർസെപ്റ്റ്? ഇൻ്റർസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലൈൻ അല്ലെങ്കിൽ എന്ത് കർവ് ആയാലും എക്സ് ആക്സിസിലോ വൈ ആക്സിസിലോ ടച്ച് ചെയ്യുന്ന ആ വാല്യൂവിനെയാണ് നമ്മൾ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുക. ഏത് വാല്യൂവിലാണോ ടച്ച് ചെയ്യുന്നത് അത്. ഇപ്പം 30 എന്ന് പറഞ്ഞ പോയിന്റിലാണ് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ 3 ആണ് എക്സ് ഇൻ്റർസെപ്റ്റ്. അപ്പോൾ വൈയിൽ തൊടുന്ന വാല്യൂ ഒരു 0.4 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 4 ആണ് വൈ ഇൻ്റർസെപ്റ്റ്. അപ്പോൾ ഇവിടെ 3 ആണെന്ന് വിചാരിക്കുക, -3 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ -3 ആണ് എക്സ് ഇൻ്റർസെപ്റ്റ്. അപ്പോൾ എക്സിൽ തൊടുന്നത് നമ്മുടെ കർവ്, നമുക്കിപ്പോൾ നമ്മൾ പഠിക്കുന്ന കർവ് സ്ട്രെയിറ്റ് ലൈൻ ആണല്ലേ. അപ്പോൾ ലൈൻ എക്സ് ആക്സിസിൽ തൊടുന്ന ആ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുക? എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുക. വൈ ആക്സിസിൽ തൊടുന്ന ആ വാല്യൂവിനെയാണ് നമ്മൾ വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുക. അത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ. അപ്പോൾ എക്സോ വൈയോ ഇതിൽ ഏതെങ്കിലും ഒരു ഇൻ്റർസെപ്റ്റും തരും, സ്ലോപ്പും തരും. അപ്പോൾ എക്സ് ഇൻ്റർസെപ്റ്റ് തരുമ്പോഴും വൈ ഇൻ്റർസെപ്റ്റ് തരുമ്പോഴും നമുക്ക് 2 ഇക്വേഷൻ ആണുള്ളത്. അതിൽ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻ്റർസെപ്റ്റ് തരുന്നതാണ്. അപ്പോൾ ഞാൻ കേസ് 1 എന്ന് എഴുതാണ്. കേസ് 1, y intercept is given. Y intercept and slope ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നാണ്. ഈ y ഇൻ്റർസെപ്റ്റിന് നമ്മൾ എന്താ എടുക്കുന്നത്, സി എന്നാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ y ഈക്വൽ ടു സ്ലോപ്പ് ഇൻറ്റു എക്സ് പ്ലസ് സി. ഇത് നിങ്ങൾ പല സ്ഥലത്തും ഈ ഇക്വേഷൻ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ജനറലി ഒരു സ്ട്രേറ്റ് ലൈൻ പറയുമ്പോൾ പറയുന്ന ഒരു ഇക്വേഷൻ ആണിത്, y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. അപ്പോൾ എം സ്ലോപ്പ്, സി y ഇൻ്റർസെപ്റ്റ്. ഓക്കെ, ഇനി കേസ് ടു നമുക്ക് തരുന്നത് എന്താണ്, എക്സ് ഇൻ്റർസെപ്റ്റ് തരും, സ്ലോപ്പ് തരും. ഓക്കെ, എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡി വെച്ചിട്ടാണ്. സോ ഇവിടെ വരുന്ന ഇക്വേഷൻ y ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് ഡി. ആ ഡി എന്താണ്, ഇൻ്റർസെപ്റ്റ് ആണ്, എക്സ് ഇൻ്റർസെപ്റ്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് കേസ് 1 നമുക്ക് y ഇൻ്റർസെപ്റ്റ് തന്നു, അതായത് നമ്മുടെ ലൈൻ y ആക്സിസിൽ തൊടുന്ന ആ പോയിന്റ് വാല്യൂം തന്നു, സ്ലോപ്പും തന്നു. അങ്ങനെയാണെങ്കിൽ y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. എക്സ് ആക്സിസിൽ തൊടുന്ന പോയിന്റും സ്ലോപ്പും തന്നു കഴിഞ്ഞാൽ y ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് ഡി. ഓക്കെ ആണല്ലോ. ചെയ്യാം. റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻസ് ഫോർ വിച്ച് ടാൻ തീറ്റ ഈക്വൽ ടു 1/2 where theta is the inclination of the line. whatever നമുക്ക് തന്നിട്ടുള്ള സ്ലോപ്പ് തന്നു, സ്ലോപ്പിനെയാണ് 1/2 തന്നിട്ടുള്ളത്. ഒന്നാമത്തെ കേസ് y ഇൻ്റർസെപ്റ്റ് മൈനസ് 3/2 ആകുമ്പോൾ, രണ്ടാമത്തെ കേസ് എക്സ് ഇൻ്റർസെപ്റ്റ് 4 ആകുമ്പോൾ, രണ്ട് കേസും ചെയ്യാം അല്ലേ. സ്ലോപ്പ് എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പം y ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് പ്ലസ് സി ആണ് എന്ത്, നമ്മുടെ y ഇൻ്റർസെപ്റ്റ് തരുമ്പോൾ ഉള്ള ഇക്വേഷൻ. അപ്പോൾ y ഇസ് ഈക്വൽ ടു സ്ലോപ്പ് 1/2 എക്സ് പ്ലസ് സി എത്ര തന്നെ, 3/2. ഇതൊന്ന് സോൾവ് ചെയ്താൽ മതി. ഇതിന് നമുക്ക് ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയതുകൊണ്ട് എക്സ് പ്ലസ് 3 ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഈ 2ന് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 2y ഈക്വൽ ടു എക്സ് പ്ലസ് 3 എന്ന് കിട്ടും. അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് മൈനസ് 2y പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കിട്ടും. ഇതാണ് ഇക്വേഷൻ, നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എക്സ് ഇൻ്റർസെപ്റ്റ് 4 ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ, y ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് ഡി എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. y ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് ഡി. അപ്പോൾ ഇവിടെ y ഇസ് ഈക്വൽ ടു സ്ലോപ്പ് 1/2, യെസ് 1/2 എക്സ് മൈനസ് ഡി എവിടെ 4, യെസ് അത്രയേ ഉള്ളൂ. ഇനി 2y ഈക്വൽ ടു എക്സ് മൈനസ് 4 എന്ന് എഴുതി. അതിന് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കൂ, 2yനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എക്സ് മൈനസ് 2y മൈനസ് 4 ഈക്വൽ ടു 0 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. വളരെ സിമ്പിളാണ്. ഡയറക്റ്റ് നമുക്ക് ആ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് വേണ്ടുന്ന ഇക്വേഷൻ്റെ ഫോർമാറ്റിലേക്ക് എഴുതിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, റെഡ്യൂസ് ദി ഇക്വേഷൻ എക്സ് പ്ലസ് 7y ഈക്വൽ ടു 0 ഇൻറ്റു സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം ആൻഡ് ദെൻ ഫൈൻഡ് സ്ലോപ്പ് ആൻഡ് y ഇൻ്റർസെപ്റ്റ്. ഇതിൽ നമുക്ക് തന്ന ഇക്വേഷൻ നോർമലി നമ്മുടെ ജനറൽ ഇക്വേഷൻ എങ്ങനെയാണോ ഉണ്ടാവുക ആ ഫോമിലാണ്. അതിൽ നിന്ന് നമ്മൾ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ഫോം ഉണ്ട്, y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ഉണ്ട്, അതുപോലെ y ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് ഡി ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നറിയാൻ ക്വസ്റ്റിൻ്റെ ബാക്കി വായിക്കുക. സ്ലോപ്പ് കണ്ടുപിടിക്കണം ആൻഡ് y ഇൻ്റർസെപ്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ y ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ y ഇൻ്റർസെപ്റ്റ് ഫോമാറ്റിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ചോയ്സ് ഇവിടുത്തെ. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടില്ലേ, തന്നിരിക്കുന്ന ഇക്വേഷനെ y ഈക്വൽ ടു എന്ന് പറഞ്ഞ് മാറ്റി എഴുതിയാൽ മതി, സംഭവം റെഡിയായി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, y ഈക്വൽ ടു, അതായത് തന്നിരിക്കുന്നത് എന്താണ്, എക്സ് പ്ലസ് 7y ഈക്വൽ ടു 0. അപ്പോൾ 7y വെച്ചിട്ട് എക്സിന് അപ്പുറത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ മൈനസ് എക്സ് എന്ന് കിട്ടി. ഇനി y ഈക്വൽ ടു മൈനസ് എക്സ് ബൈ 7 എന്നാണ് നമ്മുടെ ഈ ഒരു ഫോമാറ്റിലേക്ക് നമുക്ക് മാറ്റുമ്പോൾ കിട്ടുന്നത്. ഇനി ചെയ്യേണ്ടത് y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ആയിട്ട് ഇതിനൊന്ന് കമ്പയർ ചെയ്യുക. നമുക്ക് വേണ്ടത് എന്താണ്, സ്ലോപ്പും വേണം, y ഇൻ്റർസെപ്റ്റും വേണം. അപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ, എം, ആ എം ആണ് സ്ലോപ്പ് വരിക. അപ്പോൾ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ, -1/7. അപ്പോൾ സ്ലോപ്പ് എന്ത് വരും, -1/7 വരും. ക്ലിയർ ആവുന്നുണ്ടോ? നമ്മൾ എന്ത് ചെയ്തു, തന്ന ഇക്വേഷനെ ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റാൻ, സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റാൻ y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന് എഴുതി. അവിടുന്ന് അതായത് തന്നിരിക്കുന്ന ഇക്വേഷനെ y ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതി. അവിടുന്ന് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണോ അതായിരിക്കും നമ്മുടെ സ്ലോപ്പ്. ഇനി പ്ലസ് സി എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ, ഇവിടെ നോക്കൂ, ഇവിടെ ഒരു പ്ലസ് സി ഉണ്ട്, ഇവിടെ പ്ലസ് സി ഉണ്ടോ, ഇല്ല. അപ്പോൾ നമ്മുടെ y ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സി എന്തായിരിക്കും, 0 ആയിരിക്കും. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, y ഈക്വൽ ടു എന്ന് പറഞ്ഞ് മാറ്റി എഴുതാം, അതിൽ നിന്ന് എമ്മും സിയും കണ്ടുപിടിക്കാം. നോക്കൂ, ഇതിനെ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റിയിട്ട് സ്ലോപ്പും y ഇൻ്റർസെപ്റ്റും കണ്ടുപിടിക്കാനാണ് തന്നെയാണ് ടാസ്ക് വരുന്നത്. അപ്പോൾ 6x പ്ലസ് 3y മൈനസ് 5 ഈക്വൽ ടു 0. നമുക്ക് എന്ത് മാത്രം മതി, y ഈക്വൽ ടു എന്ന് പറഞ്ഞ് മതി. അപ്പോൾ വൈയുടെ ടേമിനെ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളതിനൊക്കെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ നമുക്ക് -6x പ്ലസ് 5 എന്ന് കിട്ടും. y ഈക്വൽ ടു -6/3x പ്ലസ് 5/3 എന്ന് കിട്ടും. അതായത് ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻ എന്താ, ഇപ്പോൾ ഏത് ഫോമിലായി,
വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ഫോമിലായി. ഇപ്പോൾ ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻ എന്താണ്? -6/3 -2. സോ എം ഇസ് ഈക്വൽ ടു -2. അപ്പോൾ സ്ലോപ്പ് -2 ആണെന്ന് കിട്ടി. പ്ലസ് സി അല്ലേ, അതാണ് നമ്മുടെ ഇൻ്റർസെപ്റ്റ്. അപ്പോൾ വൈ ഇൻ്റർസെപ്റ്റ് എത്രയാണെന്ന് കിട്ടി? 5/3 ആണെന്ന് കിട്ടി. സിമ്പിൾ അല്ലേ? അടുത്ത നോക്കാം. y ഈക്വൽ ടു 0നെ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് എഴുതിയിട്ട് സ്ലോപ്പും വൈ ഇൻ്റർസെപ്റ്റും കണ്ടുപിടിക്കുക. അപ്പോൾ ഈ y ഈക്വൽ ടു 0നെ നമുക്ക് ശരിക്കും y ഈക്വൽ ടു 0 × x + 0 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്ലോപ്പും സിയും 0 ആണെന്ന് കിട്ടും. അത്രയേ ഉള്ളൂ. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. റെഡി അല്ലേ? ഇനിയാണ് നമ്മൾ 4ാമത്തെ ടൈപ്പിലേക്ക് വരുന്നത്. പക്ഷേ ആക്ച്വലി നമ്മളിപ്പോൾ എത്ര ഇക്വേഷൻസ് പഠിച്ചു? നമ്മൾ ആദ്യം പഠിച്ചത് പോയിൻ്റ് സ്ലോപ്പ് ഫോം. പോയിൻ്റ് സ്ലോപ്പ് ഫോമിൽ പോയിൻറ്റും സ്ലോപ്പും തന്നാൽ എന്ത് ചെയ്യുമെന്ന് പഠിച്ചു. രണ്ടാമത്തത് 2 പോയിൻ്റ് ഫോം. 2 പോയിന്റുകൾ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് പഠിച്ചു. മൂന്നാമത്തതിൽ നമ്മൾ 2 ഇക്വേഷൻ പഠിച്ചു. അതായത് സ്ലോപ്പും ഇൻ്റർസെപ്റ്റും തന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് എന്നുള്ള 2 ഇക്വേഷൻ പഠിച്ചു. അപ്പം 3 ടൈപ്പിൽ നമ്മൾ 4 ഇക്വേഷൻ പഠിച്ചു. അപ്പോൾ ഇത് 5ാമത്തെ ഇക്വേഷൻ അല്ലെങ്കിൽ 4ാമത്തെ ടൈപ്പാണ് ഇൻ്റർസെപ്റ്റ് ഫോം. ഒന്നുമില്ല മക്കളെ, എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും തന്നാൽ സ്ലോപ്പ് ഒന്നുമില്ല, ഇൻ്റർസെപ്റ്റുകൾ മാത്രം തന്നു. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും സി ഡി വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്തത്. ഇവിടെ എ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻ്റർസെപ്റ്റും ഡി എന്ന് പറഞ്ഞാൽ വൈ ഇൻ്റർസെപ്റ്റും ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻ്റർസെപ്റ്റ് ഫോമിൽ ഇക്വേഷൻ വരുന്നത് x/a + y/b ഈക്വൽ ടു 1 എന്ന് എഴുതിയിട്ട് അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷനായി. സോ ഇൻ്റർസെപ്റ്റ് ഫോമിൽ നമുക്ക് തന്നിരിക്കുന്ന ഇൻ്റർസെപ്റ്റുകൾ യൂസ് ചെയ്ത് നമുക്ക് എഴുതാവുന്ന ഇക്വേഷൻ എന്താണ്? x/a + y/b ഈക്വൽ ടു 1. എക്സിൻ്റെ അടിയിൽ എക്സ് ഇൻ്റർസെപ്റ്റ് എഴുതുക, വൈൻ്റെ അടിയിൽ വൈ ഇൻ്റർസെപ്റ്റ് എഴുതുക, കോൺസ്റ്റൻ്റ് എപ്പോഴും 1 ആക്കി വെക്കുക. ഇത് പക്ഷേ നിങ്ങൾ റീഅറേഞ്ച് ചെയ്ത് ഇക്വേഷനിലേക്ക് ആയി വരുമ്പോൾ മാറി വരും. ചെയ്ത് നോക്കാം അല്ലേ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. Find the equation of the line which makes intercept -3 and 2 on the x and y axis respectively. അപ്പോൾ x ആക്സിസിൻ്റെ മേലെയുള്ള എക്സ് ഇൻ്റർസെപ്റ്റ് ഇവിടെ എത്രയാണ്? എ എന്ന് പറയുന്നത് -3 ആണ്. y ഇൻ്റർസെപ്റ്റ് ആയിട്ടുള്ള ബി ഇവിടെ 2 ആണ്. റൈറ്റ്? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? x/a + y/b ഈക്വൽ ടു 1. അതായത് x/-3 + y/2 ഈക്വൽ ടു 1. x/-3 + y/2 ഈക്വൽ ടു 1. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് നമുക്ക് വേണ്ടുന്ന ഫോമാറ്റ് ഏതാ? ax + by + c അല്ലെങ്കിൽ ax + by + c ഈക്വൽ ടു 0 എന്നുള്ള ഫോമാറ്റിലേക്കാണ് നമ്മൾ ആകെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ നോക്കിയേ, ഇവിടെ നിന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2x - 3y / -6 ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ 2x - 3y ഈക്വൽ ടു -6. 6ന് ലെഫ്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 2x - 3y + 6 ഈക്വൽ ടു 0. ഇതായിരിക്കും നമ്മുടെ ഇക്വേഷൻ. സിമ്പിൾ അല്ലേ? ജസ്റ്റ് ഒന്ന് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് റീഅറേഞ്ച് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ. റെഡി? അടുത്ത ചോദ്യം നോക്കിയേ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ ദറ്റ് കട്ട്സ് ഓഫ് ഈക്വൽ ഇൻ്റർസെപ്റ്റ് ഓൺ ദി കോർഡിനേറ്റ് ആക്സിസ് ആൻഡ് പാസസ് ത്രൂ ദ പോയിന്റ് 2, 3. ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്തൊക്കെയാണെന്ന് തോന്നും, പക്ഷെ വളരെ സിമ്പിളാണ്. നമ്മുടെ ലൈൻ എന്താണ്? കോർഡിനേറ്റ് ആക്സസിൽ ഈക്വൽ ഇൻ്റർസെപ്റ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. ഈക്വൽ ഇൻ്റർസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ നോർമലി ബി അല്ലേ, എക്സ് ഇൻ്റർസെപ്റ്റ് എയും വൈ ഇൻ്റർസെപ്റ്റ് ബിയും ആണ്. ഇത് രണ്ടും ഈക്വൽ ആണ്. അതായത് ഇവിടെ ടച്ച് ചെയ്ത് 3-ലാണെങ്കിൽ ഇവിടെയും 3-ലാണ്, ഇവിടെ 4-ലാണെങ്കിൽ ഇവിടെ 4-ലാണ്, 2-ലാണെങ്കിൽ 2-ലാണ്. അപ്പം നമുക്ക് പറയാവുന്നത് എയും ബിയും ഈക്വൽ ആണ് എന്നുള്ളതാണ്. എയും ബിയും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും? x/a + y/a ഈക്വൽ ടു 1 എന്നായിരിക്കും. ശരിയല്ലേ? ഇങ്ങനെയായിരിക്കും. അപ്പം നമുക്കിതിനെ കോമൺ ആയിട്ട് x + y / a ഈക്വൽ ടു 1 എന്ന് എഴുതാം. അതിനെ മാറ്റി x + y ഈക്വൽ ടു a എന്ന് പറഞ്ഞ ഇക്വേഷനാക്കി എഴുതി വയ്ക്കാം. അത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ ലൈൻ ഏത് പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ടെന്നാണ്? 2, 3 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ടെന്നാണ്. നമ്മൾ പറഞ്ഞ എന്താണ്? നമ്മൾ സ്റ്റാർട്ടിങ് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഏതൊരു ഇക്വേഷൻ ഓഫ് ദി ലൈൻ എടുത്താലും ആ ലൈനിന് മേലെയുള്ളൊരു പോയിന്റ് എടുത്ത് ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? അപ്പോൾ 2, 3 എന്ന് പറയുന്ന പോയിന്റ് ലൈനിലൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സിനും വൈക്കും പകരം 2ഉം 3ഉം കൊടുത്താൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ടേ? എ കിട്ടണം. അപ്പം നമുക്ക് എഴുതാം, സിൻസ് പോയിന്റ് 2, 3 lies on the line, നമുക്ക് എങ്ങനെ എഴുതാം? 2 + 3 ഈക്വൽ ടു a. ഇവിടുത്തെ എക്സിന് പകരം 2ഉം വൈക്ക് പകരം 3ഉം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? a കിട്ടണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് എയുടെ വാല്യൂ എന്ത് കിട്ടി? 5 ആണെന്ന് കിട്ടി. എയുടെ വാല്യൂ 5 ആണ് എന്ന് കിട്ടി. അപ്പോൾ 1ഉം 2ഉം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? x + y ഈക്വൽ ടു 5. ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ.
ക്ലിയർ ആണോ? ആ കൺസെപ്റ്റ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യണം. ലൈനിൻ്റെ മേലെയുള്ള ഏത് പോയിന്റ് എടുത്ത് ലൈനിൻ്റെ ഇക്വേഷനിൽ ഇട്ടാലും അത് സാറ്റിസ്ഫൈ ചെയ്യണം. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആവണം. സാറ്റിസ്ഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ അതല്ലേ, അങ്ങനെ ആവണം. അത് വെച്ച് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്തു. ക്ലിയർ ആണല്ലോ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Reduce the equation 3x plus 2y minus 12 equal to 0 into intercept form and find the intercept on the axis. നമ്മൾ നേരത്തെ പോയിന്റ് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്തിരുന്നു. അതുപോലെ ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇൻ്റർസെപ്റ്റുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട കാര്യം 3x plus 2y equal to 12 എന്ന് എഴുതാം. നമ്മുടെ ഫോമാറ്റ് ശരിക്കും എന്താണ്? x by a പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 എന്നുള്ളതാണ് നമ്മുടെ ഫോമാറ്റ്. അപ്പോൾ അതിലേക്ക് മാറ്റുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ കോൺസ്റ്റൻറ്റ് 12നെ 1 ആക്കുക എന്നുള്ളതാണ്. നിങ്ങൾ -11 ഒന്നും ചെയ്ത് കളയരുത്. നമ്മൾ 12നെ 1 ആക്കുക എന്ന് പറഞ്ഞാൽ എന്താ? 12 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ 12 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പുറത്തും 12 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ടോട്ടലി ഞാൻ എന്ത് ചെയ്യുന്നു? ഡിവൈഡഡ് ബൈ 12 ചെയ്യുന്നു. അപ്പോൾ 3x ഡിവൈഡഡ് ബൈ 12 പ്ലസ് 2y ഡിവൈഡഡ് ബൈ 12 ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ 12. അപ്പോൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ x ബൈ 4 പ്ലസ് y ബൈ 6 ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇപ്പോൾ നമ്മുടെ ഫോമാറ്റ് ആയോ? ആയി അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം. എക്സിൻ്റെ അടിയിലുള്ളത് എക്സ് ഇൻ്റർസെപ്റ്റ് ആണ്. എക്സ് ഇൻ്റർസെപ്റ്റ് എത്രയാണ്? 4 ആണ്. വൈയുടെ അടിയിലുള്ളത് വൈ ഇൻ്റർസെപ്റ്റ് ആണ്, അത് 6 ആണ്. അപ്പോൾ 4ഉം 6ഉം ആണ് നമ്മുടെ ഈ തന്നിരിക്കുന്ന ലൈനിൻ്റെ ഇൻ്റർസെപ്റ്റുകൾ. ഇതേ സാധനം നോക്കിയേ. 4x മൈനസ് 3y ഈക്വൽ ടു 6. 4x മൈനസ് 3y ഈക്വൽ ടു 6. അപ്പോൾ 4x മൈനസ് 3y ഈക്വൽ ടു 6നെ ടോട്ടലി ഞാൻ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം? ഇവിടെ 1 ആക്കണമെങ്കിൽ ടോട്ടലി ഞാൻ 6 വെച്ച് ഡിവൈഡ് ചെയ്യണം. ശരിയല്ലേ? അപ്പോൾ 4x ഡിവൈഡഡ് ബൈ 6 മൈനസ് 3y ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇത് നമ്മുടെ ഏത് ഫോമിലേക്കായി? എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1ലേക്കായി. ആയോ? ഇവിടെ എക്സിൻ്റെ കൂടെ 4 ഉണ്ട്. ഇവിടെ എക്സിൻ്റെ കൂടെ കോയിഫിഷ്യൻ്റ് ഉണ്ടോ? ഇല്ല. അപ്പം നമുക്ക് ഈ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ എക്സും വൈയും അവരുടെ കോയിഫിഷ്യൻ്റ് ന്യൂമറേറ്ററിൽ പ്രത്യേകിച്ചൊന്നും പാടില്ല അല്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ താഴേക്ക് കൊടുക്കണം. അതായത് എക്സ് ഡിവൈഡഡ് ബൈ 6/4 എന്നാക്കുക മൈനസ് വൈ ഡിവൈഡഡ് ബൈ പിന്നെ അതുമല്ല മൈനസും ഉണ്ട്. ഇവിടെ പ്ലസ് അല്ല നമ്മുടെ ജനറൽ ഇക്വേഷനിൽ. അപ്പോൾ ഈ -3നെ താഴേക്ക് കൊടുക്കുക. ഇവിടെ പ്ലസ് ആക്കിയിട്ട് 6 ഡിവൈഡഡ് ബൈ -3 എന്നാക്കുക ഈക്വൽ ടു 1. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊക്കെ എവിടെയും കൺഫ്യൂഷനായി തെറ്റിക്കാൻ സാധ്യതയുള്ള സാധനമാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിങ്ങനെ പഠിച്ചു വയ്ക്കുക, കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇതാണ് എ, ഇതാണ് ബി. അപ്പോൾ എക്സ് ഇൻ്റർസെപ്റ്റ് എന്തായി? എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് 6/4 എന്ന് പറഞ്ഞാൽ 3/2. വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6/-3 എന്ന് പറഞ്ഞാൽ -2. ഇതാണ് ആൻസർ വരിക. ക്ലിയർ ആണല്ലോ? അടുത്ത് നോക്കൂ. 3y + 2 = 0നെ കൺവേർട്ട് ചെയ്യാം. സിമ്പിളാണ്. ആദ്യം എക്സിൻ്റെ ടേം ഇവിടെ ഇല്ല. 3y = -2 എന്ന് എഴുതാം. ഇനി -2 വെച്ച് ഡിവൈഡ് ചെയ്യുക. 3y / -2 = -2/-2. അപ്പോൾ വൈയുടെ കോയിഫിഷ്യൻ്റ്, വൈയുടെ ഇൻ്റർസെപ്റ്റ് ആയിട്ട് വരുന്നത് -2/3 = 1 എന്ന് വരും. അപ്പോൾ ഇവിടെ എക്സിൻ്റെ എന്താ വരിക? എക്സിന് നമ്മൾ ഇവിടെ ഡിവിഷൻ ബൈ 0 നിങ്ങൾ ആലോചിക്കേണ്ട. എക്സിൻ്റെ ടേം ഇവിടെ ഇല്ല. അപ്പോൾ എക്സ് ഇൻ്റർസെപ്റ്റ് എന്നുള്ളത് 0 ആയിട്ട് വരും. 0ലാണ് ടച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ 0യും -2/3 ആയിരിക്കും നമ്മുടെ ഇതായിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ജനറൽ ഫോം ഓഫ് ദി ലൈൻ ഇല്ലേ, എന്തായിരുന്നു അത്? ax + by + c = 0. ശരിയല്ലേ? ax + by + c = 0. ഇത് യൂസ് ചെയ്തിട്ട് 2-3 കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോവാണ് കേട്ടോ. അതിൽ ഒന്നാമത്തെ കാര്യം ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ ലൈൻ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ ഇതെന്ന് സാധാരണ കാണാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ഒരു ഫോർമുല നിങ്ങൾ പഠിച്ചു വെക്കുക. അതിലേക്ക് ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ വാല്യൂസ് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക, മാർക്ക് മേടിക്കുക. അത്രയേ ഉള്ളൂ. അതായത് നമുക്കിപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അതായത് ഒരു പി എന്ന് പറയുന്ന പോയിന്റ്, XY എന്ന് പറയുന്ന പോയിന്റ്, X0 Y0 എന്ന് പറഞ്ഞ പോയിന്റ്. ഈ പോയിന്റിലേക്ക് ഒരു ലൈനിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, ഈ പോയിന്റിലേക്ക് ഒരു ലൈൻ എല്ലിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിനുള്ള ഫോർമുലയാണ്. അപ്പോൾ നമുക്ക് ഇപ്പം നോക്കിയേ, ഇപ്പം ഞാനിവിടെ ലൈൻ വരച്ചു. ഈ ലൈനിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കാം, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. പക്ഷേ ഇതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും അല്ലേ? 90 ഡിഗ്രി ഫോം ചെയ്യുന്ന ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഡിസ്റ്റൻസിൻ്റെ ഫോർമുലയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇത് 90 ഡിഗ്രി ആയിട്ടുള്ള ഇതാണ്. സോ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു
മോഡുലസ് ഓഫ് എ എക്സ് നോട്ട് പ്ലസ് ബി വൈ നോട്ട് പ്ലസ് സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എയും ബിയും സിയും ഒക്കെ എന്താണ്? നമ്മുടെ ഈ ലൈനിൻ്റെ ഇക്വേഷനാണ്. ഓക്കെ, എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി എന്ന് പറയുന്നത് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ലൈനിൻ്റെ ഇക്വേഷനാണ്. ഈ എക്സ് നോട്ടും വൈ നോട്ടും എന്താണ്? ഏത് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണോ കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റ് ആണ്. ഫോർമുല പഠിക്കുക, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ കാര്യം മനസ്സിലാവും. നോക്കിക്കോ, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് 3 - 5 ഫ്രം ദ ലൈൻ 3x - 4y - 26 = 0. അപ്പോൾ ആ തന്നിരിക്കുന്ന ഇക്വേഷനാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ അതിൽ എന്ത് ചെയ്തു? എക്സിനും വൈക്കും പകരം ഈ പോയിന്റ്സ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്തു? എക്സിൻ്റെയും വൈൻ്റെയും കോഎഫിഷ്യൻസിനെ സ്ക്വയർ ചെയ്ത് റൂട്ട് എടുത്തു. നോക്കാലോ? യെസ്, ഡിസ്റ്റൻസിൻ്റെ ഫോർമുല ഞാൻ ഒന്നുകൂടെ എഴുതുന്നു. ഡിസ്റ്റൻസ് ഈക്വൽ ടു മോഡുലസ് മസ്റ്റ് ആണ് എ എക്സ് നോട്ട് പ്ലസ് ബി വൈ നോട്ട് പ്ലസ് സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. റെഡി? അപ്പോൾ ഇതിനകത്ത് 3 ആണ് നമ്മുടെ ക്യാപിറ്റൽ എ. ഇതാണ് എ, ഇതാണ് ബി, ഇതാണ് സി, ഇതാണ് എക്സ് നോട്ട്, ഇതാണ് വൈ നോട്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതി അല്ലേ? നോക്കിയേ, 3 × എക്സ് നോട്ട് 3 പ്ലസ് ബി എന്ന് പറഞ്ഞാൽ -4, വൈ നോട്ട് -5 പ്ലസ് സി -26 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ എന്താ? 3 സ്ക്വയർ 9 പ്ലസ് ബി സ്ക്വയർ എന്താ? -4ൻ്റെ സ്ക്വയർ 16. ഓക്കെ, ഇത് സോൾവ് ചെയ്തുമ്പോൾ 3 × 3 9, -4 × -5 പ്ലസ് 20 -26 ഡിവൈഡഡ് ബൈ 9 + 16 25. റൂട്ട് എടുക്കുമ്പോൾ 5. മോഡുലസ് വാല്യൂ മതി, പോസിറ്റീവ് വാല്യൂ മാത്രം മതി. 29 - 26 3 ആണ്. ആൻസർ എത്ര വരും? 3/5 യൂണിറ്റ്സ്. അത്രയും ഡിസ്റ്റൻസ് ആണ് തന്ന പോയിന്റിൽ നിന്ന് ആ ലൈനിലേക്കുള്ളത്. ഇത് വാല്യൂ പോലും മാറാതെ മക്കളെ ഇതേപോലെ വരാറുണ്ട്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. യെസ്, ഇനി നമുക്ക് തരുന്നത് 2 പാരലൽ ലൈൻസ് ആണെങ്കിൽ എന്ത് വ്യത്യാസം ഉണ്ടാവും നോക്കിക്കേ. പാരലൽ ലൈൻസിന് നമുക്കൊന്ന് നോക്കാവേ. ഫസ്റ്റത്തെ ലൈൻ ഇപ്പം എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് ഒരു C1 = 0 ആണെന്ന് വിചാരിക്കാം. അതിനോട് പാരലൽ ആയിട്ടുള്ള ലൈൻ ആണെങ്കിൽ എന്ത് വ്യത്യാസം അതിനകത്ത് ആകെ ഉണ്ടാവുക എന്നറിയാം മക്കളെ? എ എക്സ് പ്ലസ് ബി വൈ അത്രയും ഭാഗം സെയിം ആയിരിക്കും. ആകെ വ്യത്യാസം വരുന്നത് ഇൻ്റർസെപ്റ്റിൽ, ഈ കോൺസ്റ്റൻറ്റിൽ മാത്രമാണ് ആകെ വ്യത്യാസം വരിക. അപ്പോൾ ലൈനുകൾ പാരലൽ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് നോക്കിയാൽ മതി? ഈ എ എക്സ് പ്ലസ് ബി വൈ ഭാഗം സെയിം ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ബാക്കി എപ്പോഴും അത് മാത്രമേ ഡിഫറൻസിൽ ഉണ്ടാവുള്ളൂ. അങ്ങനെ പാരലൽ ലൈനുകളാണെങ്കിൽ ഇവർ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് L1 L2 എന്ന് പറയുന്ന ലൈൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് D = മോഡുലസ് ഓഫ് C2 - C1 divided by root of A square plus B square. C2 C1 എന്താണ്? ആ തന്നിരിക്കുന്ന ഡിഫറൻസ്, ആ നമ്പറിൽ തന്നിരിക്കുന്ന ഡിഫറൻസ്. ബാക്കിയൊക്കെ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച അതുപോലെ തന്നെ റൂട്ട് ഓഫ് A square plus B square. ഓക്കെ, ഇതിൻ്റെയും ഫോർമുലയിലോട്ട് വരാം. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ ലൈൻസ്. കണ്ടോ, 3x - 4y + 7 = 0, 3x - 4y + 5 = 0. ഇനി ഇപ്പം നമുക്ക് തന്നില്ല, പാരലൽ ആണെന്ന് തന്നില്ല. എന്നാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ഇക്വേഷൻ നോക്കി ഐഡൻറ്റിഫൈ ചെയ്യാം. ആ എക്സ് പ്ലസ് ബി വൈ എന്നുള്ള ഭാഗം സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് C1 - C2 എന്ന് പറഞ്ഞാൽ എന്താ? 7 - 5 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A square B square 9 + 16. 5 തന്നെയാണ് വരിക അല്ലേ? അപ്പോൾ 2/5 യൂണിറ്റ്സ് ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരിക. ആ 2 പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര യൂണിറ്റ്സ് ആണ്? 2/5 യൂണിറ്റ്സ് ആണ്. അടുത്ത ചോദ്യം, find the equation of the line parallel to the line 3x - 4y + 2 = 0 and passing through the point -2, 3. അതായത് നമുക്ക് തന്നതൊക്കെ ഏതാണ്? -2, 3 പാസ് ചെയ്ത് പോകുന്ന ഒരു ലൈനാണ്. അത് ഏതിനോട് പാരലൽ ആണ്? 3x - 4y + 2 = 0. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ എന്ന് വിചാരിക്കാം. 3x - 4y + 2 = 0. ഇതിനോട് പാരലലും ആണ്. ഇത് ഏതിലൂടെ പാസ് ചെയ്യുന്നുമുണ്ട്? -2, 3 പാസ് ചെയ്യുന്നുമുണ്ട്. വളരെ സിമ്പിളാണ്. എന്ത് കണ്ടുപിടിച്ചാൽ മതി? നമുക്കറിയാം പാരലൽ ലൈൻസ് ആണെങ്കിൽ L1 L2 പാരലൽ ആണെങ്കിൽ M1 M2 ഈക്വൽ ആയിരിക്കും, സ്ലോപ്പുകൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ ഈ ലൈനിൻ്റെ സ്ലോപ്പ് കിട്ടി. അപ്പോൾ സ്ലോപ്പും പോയിന്റും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാം അല്ലേ?
ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, 3x - 4y പ്ലസ് 2 = 0 സ്ലോപ്പ് കണ്ടുപിടിക്കാം. നമ്മൾ എങ്ങനെയായിരുന്നു സ്ലോപ്പ് കണ്ടുപിടിച്ചത്? ഇതിനെ y = എന്ന് പറഞ്ഞ ഫോമാറ്റിലേക്ക് മാറ്റിയിട്ട് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിച്ച് ഓർമ്മയില്ലേ, അതിലേക്ക് മാറ്റാം. അതായത് -4y = -3x - 2. അപ്പോൾ y = -3/-4x -2/-4. അപ്പോൾ ഇവിടെ നോക്കൂ, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 3/4 ആണ്. നെഗറ്റീവ് ക്യാൻസൽ ആവും. അപ്പോൾ സ്ലോപ്പ് m1 അല്ലെങ്കിൽ ഇത് ഞാൻ L1ഉം ഇത് L2 ആയിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ M2 എന്ന് പറയുന്നത് എത്രയാണ്? സ്ലോപ്പ് 3/4. അപ്പോൾ M1 എന്ത് തന്നെയായിരിക്കും? പാരലൽ ലൈൻസ് ആണ്. അപ്പോൾ സെയിം ആയിരിക്കും. L1 L2 പാരലൽ ആയതുകൊണ്ട് M1ഉം എന്ത് തന്നെയായിരിക്കും? 3/4 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബാക്കി നമുക്കറിയാലോ L1ൻ്റെ ഇക്വേഷൻ എന്താണ്? സ്ലോപ്പ് നമുക്ക് 3/4 ആണെന്ന് കിട്ടി. x0 y0 എന്ന് പറഞ്ഞാൽ ലൈൻ്റെ മേലെയുള്ളൊരു പോയിന്റ് എന്താണെന്നും കിട്ടി? -2, 3 ആണെന്ന് കിട്ടി. നമ്മുടെ പോയിന്റ് സ്ലോപ്പ് ഫോർമുല, നമ്മൾ ആദ്യം പഠിച്ച ഫോർമുല, അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ y - y0 = m × x - x0 വരും. അപ്പോൾ ഇതിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക 4y - 12, 3 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക 3x + 6. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയിട്ടെങ്കിൽ 4y - 3x - 18 = 0. ഇക്വേഷൻ കിട്ടി. ഓക്കെ അല്ലേ? അടുത്തത് ഇനിയിപ്പോൾ പെർപെൻഡിക്കുലർ ആണെങ്കിലും ഒന്ന് ചെയ്തുകൂടെ നിങ്ങൾക്ക്? പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ തന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ചെയ്ത പോലെ y = എന്ന് പറഞ്ഞ് മാറ്റുക. അവിടുന്ന് സ്ലോപ്പ് കിട്ടും. ആ സ്ലോപ്പിന് എന്ത് ചെയ്യുക? മറ്റതിന് നെഗറ്റീവ് റെസിപ്രോക്കലാണ് എന്ന് പറഞ്ഞ് കിട്ടും അല്ലേ? പക്ഷേ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? എക്സ് ഇൻ്റർസെപ്റ്റ് 3 ആണെന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. പ്രശ്നമുണ്ടോ? കുഴപ്പമില്ല, ചെയ്ത് നോക്കാം. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്ത് വരും? ഇവിടെ ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. സ്ലോപ്പ് -7y = -x - 5 എന്ന് വരും. -x - 5 എന്ന് വരും. അപ്പോൾ y = x/7 + 5/7. അപ്പോൾ സ്ലോപ്പ് എന്ത് കിട്ടും? എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1/7 ആണ്, M1ൻ്റെ കേട്ടോ. നമുക്ക് വേണ്ടുന്നത് എന്താണ്? പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനാണ്. അപ്പോൾ നമ്മുടെ ലൈൻ ഇതിനോട് പെർപെൻഡിക്കുലർ ആണ് എന്ന് പറഞ്ഞാൽ M2 എന്തായി? ഇതിൻ്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ M2 -7 ആയി. M2 എന്തായി? -7 ആയി. ഇനി നമുക്ക് എന്താ തന്നിരിക്കുന്നത്? എക്സ് ഇൻ്റർസെപ്റ്റ് 3 തന്നിട്ടുണ്ട്. നമുക്കിനി വേണ്ടുന്ന ഇക്വേഷൻ ആ ലൈനിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അത് എക്സ് ഇൻ്റർസെപ്റ്റ് 3 തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? സ്ലോപ്പ് -7 തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? പോയിന്റ് സ്ലോപ്പ് ഫോർമുല വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇൻ്റർസെപ്റ്റ് ഫോം യൂസ് ചെയ്യാം. സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം യൂസ് ചെയ്യാം. പോയിന്റ് സ്ലോപ്പ് എങ്ങനെ യൂസ് ചെയ്യുക? എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോയിന്റ് എന്തായിരിക്കും? 30 എന്ന് പറഞ്ഞ പോയിന്റ് ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് വേണമെങ്കിൽ പോയിന്റ് സ്ലോപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻ്റർസെപ്റ്റ് വെച്ചിട്ട് തന്നെ ചെയ്യാം. ഞാൻ രണ്ട് രീതിയിൽ ചെയ്ത് കാണിച്ചു തരാം. എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് d ആണ് 3. അപ്പോൾ y = m × x - d. അപ്പോൾ y = സ്ലോപ്പ് -7 ആണ്, x - 3 എന്ന് ചെയ്യാം. y = -7x + 21 അല്ലെങ്കിൽ 7x + y - 21 = 0 എന്ന് കിട്ടും. ഇത് ഏത് ഫോമാറ്റാണ്? നമ്മുടെ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. സ്ലോപ്പും തന്നു, ഇൻ്റർസെപ്റ്റും തന്നു. ഇനി ഇൻ്റർസെപ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പോയിന്റ് കണ്ടുപിടിക്കുക. ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എവിടെയാണ് ആക്സിസിൽ തൊടുന്നത്, ആ വാല്യൂ ആണ് 3. അപ്പോൾ ആക്സിസിൻ്റെ മേലെയാന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് വേണേൽ പോയിന്റ് ആക്കാമല്ലോ അല്ലേ? x0 30 എന്ന് പറഞ്ഞാൽ പോയിന്റ് ആക്കാം. അപ്പോൾ എന്ത് ചെയ്യാം? x0 y0 എന്ന് പറഞ്ഞ പോയിന്റ് ആയിട്ട് നമുക്ക് 30 എടുക്കാം. സ്ലോപ്പ് നമുക്ക് -7 ഉണ്ട്. നമ്മുടെ മറ്റേ സാധനം y - y0 = m × x - x0 വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അഥവാ ഇതെങ്ങാനും ഓർമ്മ വന്നില്ലെങ്കിൽ, ഇത് നമ്മൾ കുറേ പ്രോബ്ലംസ് ചെയ്യുന്നുണ്ട്, അത് എന്തായാലും മനസ്സിലുണ്ടാവണം. അപ്പോൾ അത് വെച്ചാണെങ്കിലും ചെയ്യാം, അത്രയേ ഉള്ളൂ. ഏത് വേണമെങ്കിലും ചെയ്യും. ഇത് വെച്ച് ചെയ്താലും സെയിം ആൻസറാണ് നിങ്ങൾക്ക് കിട്ടുക. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ. Find the angles between the lines √3x + y = 1 and x + √3y = 1. നമ്മുടെ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? tan θ = m2 - m1 / 1 + m1 m2. അപ്പോൾ ഈ ഇക്വേഷൻസിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? m1ഉം m2ഉം കണ്ടുപിടിക്കണം. ഇതിനെ ഞാൻ L1 ആയിട്ട് എടുത്തു, ഇതിനെ ഞാൻ L2 ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ m1 എന്താ? m1 y = എന്ന് പറഞ്ഞ് മാറ്റി എഴുതാം. y = -√3x + 1. അപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് -√3 ആണ്. m1 നമുക്ക് എന്ത് കിട്ടും? -√3 കിട്ടും. ഓക്കെ ആണല്ലോ? അടുത്തത് m2 കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ y എന്ന് പറഞ്ഞ് മാറ്റി എഴുതാം. അപ്പോൾ √3y = -x + 1, y = -1/√3
എക്സ് പ്ലസ് 1/√3. അപ്പോൾ ഇവിടുന്ന് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താ? -1/3. നമുക്ക് m2 എന്ത് കിട്ടും? -1/√3. ഇതിനെ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഫോമുലേക്ക് അപ്ലൈ ചെയ്താൽ മതി. സോ tan θ ഈക്വൽ ടു m2 -1/√3 മോഡുലസ് ഉണ്ട്. m2 -1/√3 മൈനസ് m1 -√3. അപ്പോൾ അത് മൈനസും മൈനസും കൂടെ പ്ലസ് ആയി പോവും. ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1 ഇൻറ്റു m3. അപ്പോൾ -1/√3 ഇൻറ്റു -√3. അപ്പോൾ ഈ √3 ക്യാൻസൽ ആയി പോകും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇതിനെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. -1 പ്ലസ് √3 ഇൻറ്റു √3 എന്ന് പറഞ്ഞാൽ 3 ആണ്. -1/√3 ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ എന്തായി? √3 ക്യാൻസൽ ആയിപ്പോയി അല്ലേ? √3 ക്യാൻസൽ ആയി പോയപ്പം -1 ഇൻറ്റു -1 1 വരും. 1 + 1 2 വരും. ഇങ്ങനെ വരും. അപ്പോൾ നോക്കൂ, ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പം മോഡുലസ് ഓഫ് -1 + 3 എന്ന് പറഞ്ഞാൽ 2/√3 വരും. ഈ 2 മേലേക്ക് നമ്മൾ റെസിപ്രോക്കൽ എടുക്കുമ്പം ഇൻറ്റു 1/2 എന്ന് വരും. 2 ക്യാൻസൽ ആയിട്ടുണ്ടെങ്കിൽ 1/√3 വരും. അതായത് tan θ എന്താവുന്നത്? 1/√3. മോഡുലസ് ഉണ്ട്, അപ്പോൾ 1/√3 വരും. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും അല്ലേ? π/6 30 ഡിഗ്രി ആയിരിക്കും ഈ ലൈനുകൾ തമ്മിലുള്ള ആംഗിൾ. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എത്തുകയാണ്. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ ഫ്രം ദ പോയിന്റ് -1 3 ടു ദ ലൈൻ 3x - 4y - 16 = 0. അതായത് ഇത് നമ്മുടെ ലൈൻ, ഈ തന്നിരിക്കുന്നത് 3x - 4y - 16 = 0 എന്ന് പറയുന്നത് നമ്മുടെ ലൈൻ. ഇവിടുന്ന് -1 3 നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈനിൻ്റെ ഫൂട്ട് എക്സും വൈയും ആണെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ എക്സും വൈയും എടുക്കണം. നമുക്കൊരു എച്ചും കെയും എടുക്കാം. ഓക്കെ, ഒരു എച്ചും കെയും ആണെന്ന് വിചാരിക്കാം. ഈ എച്ചും കെയും കണ്ടുപിടിക്കലാണ് നമ്മുടെ ടാസ്ക്. -3 നിന്ന് ഈ ലൈനിലേക്ക് നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ അതിവിടെ വന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റുകളില്ലേ, ആ പോയിന്റ് എന്താണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണോ? അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം? നമുക്ക് ഇതെന്തായാലും പെർപെൻഡിക്കുലർ ലൈൻസ് ആണ്, ശരിയല്ലേ? അപ്പോൾ ഇവിടുന്ന് സ്ലോപ്പ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇയാളുടെ സ്ലോപ്പ് കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ ഒന്നുകൂടെ ലൈൻസ് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ L1 ആണ്, ഇത് L2 ആണ്. അപ്പോൾ L2ൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് L1ൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റൂലേ? അപ്പോൾ അത് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കാം. m2 എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ലോപ്പ് -4y = -3x + 16. ഞാനിതിനെ y മാത്രം വെച്ച് അങ്ങോട്ടേക്ക് ട്രാൻസ്പോസ് ചെയ്യാണ് കേട്ടോ. y = അപ്പോൾ 3/4 നെഗറ്റീവ് ക്യാൻസലായേ. പിന്നെ ഇവിടെ -16 + 4 വരും, 16/4 വരും. അപ്പോൾ ഇവിടെ നോക്കൂ, എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 3/4 ആയതുകൊണ്ട് m2 എന്ന് പറയുന്നത് 3/4 ആയിരിക്കും. അപ്പോൾ m1 എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ലൈൻസ് ആണല്ലോ, നെഗറ്റീവ് റെസിപ്രോക്കൽസ് ആയിരിക്കുമല്ലോ വരിക. അപ്പോൾ m1 എന്ന് പറയുന്നത് -4/3 ആണ്. ഓക്കെ, അപ്പോൾ ഈ ലൈൻ്റെ ഇക്വേഷൻ എന്താ വരിക? ഒരു പോയിന്റ് -1/3 ആണ്, സ്ലോപ്പ് -4/3 ആണ്. നമ്മുടെ മറ്റേ ഫസ്റ്റത്തെ ഇക്വേഷൻ പോയിന്റ് സ്ലോപ്പ് ഫോർമുല y - y0 = m × x - x0 അതിൽ അപ്ലൈ ചെയ്ത് നോക്കുക. y - y0 3, സ്ലോപ്പ് -4/3, x - x0 -1. അപ്പോൾ ഈ മൈനസും ഇതും കൂടെ +1 ആവും. ഇനി ഈ 3 ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ 3y - 9 = 4നെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. -4x -4 ഇങ്ങോട്ടേക്ക് എടുക്കുക. 4x + 3y പ്ലസ് അല്ല മൈനസ്, ഇവിടെ -9 ആവും, ഇതിങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ -5 = 0. ഇതൊരു ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 എന്തായിരിക്കണം? നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഈ ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിന്റ് കണ്ടുപിടിച്ചാൽ പോരെ? ബാക്കിയൊക്കെ നമ്മളിപ്പം അവർ തന്ന കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചത്. ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടും ശരിക്കും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് അല്ലേ ശരിക്കും വരുന്നത്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും കൂടെ സോൾവ് ചെയ്ത് നമുക്ക് കിട്ടുന്ന എക്സും വൈയും ആയിരിക്കണ്ടേ ഈ ഒരു ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ. ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? രണ്ട് ലൈൻസിൻ്റെ ആ രണ്ട് ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന എക്സും വൈയും ആണ് ഇൻ്റർസെക്റ്റിംഗ് കോമൺ ആയിട്ട് വരുന്ന സൊല്യൂഷൻ അല്ലെങ്കിൽ പോയിന്റ്.
അപ്പോൾ ഈ ബാക്കിയുള്ള കണ്ടീഷൻസ് ഒക്കെ വെച്ച് നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. ഇനി തന്ന ഇക്വേഷനുമായിട്ട് ഇതിനൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടി, എക്സും വൈയും അല്ലെങ്കിൽ ആ എച്ച് കെ കിട്ടും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? 3x - 4y - 16 = 0 എന്നുള്ളതിനെ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എഴുതും. അപ്പോൾ ഇതാണ് നമ്മൾ ഇനി സോൾവ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി ചെറിയ ക്ലാസ്സസിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അത് ജസ്റ്റ് അങ്ങ് സോൾവ് ചെയ്താൽ മതി, ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ളത്. എന്താ ചെയ്യുക, ഇതിവിടെ കോമൺ കോഎഫിഷ്യൻസ് ഒന്നും ഇല്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിനെയും ഒരേ കോഎഫിഷ്യൻറ്റിലേക്ക് മാറ്റിയെടുക്കുക. അപ്പോൾ ഇവിടെ നമ്മളൊരു ഈ 3 വെച്ച് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 12 ആവും. ഈ 4 വെച്ച് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 12 ആവും. നിങ്ങൾക്ക് കുഞ്ഞു ക്ലാസ്സസിൽ പഠിച്ചതാണെന്നുള്ളതുകൊണ്ട് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ടോട്ടലി മേലെയും താഴെയും നമ്മൾ 3 വെച്ചും ഇവിടെ നമ്മൾ 4 വെച്ചും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം ഫസ്റ്റത്തെ ഇക്വേഷൻ എന്താ സംഭവിക്കുക? 12x + 9y - 15 = 0 എന്നാവും. രണ്ടാമത്തെ ഇക്വേഷനെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 12x - 16y 16 × 4 എത്രയാ? 64 അല്ലേ? -64 = 0. ഇനി ഇതെന്താ ചെയ്താൽ മതി, കോമൺ കോഎഫിഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ 12x 12x ക്യാൻസലായി 0 ആവും. 9 - -16 അപ്പോൾ 25y ആവും. പിന്നെ 64-ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, 15 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 49. അപ്പോൾ +49 = 0. അപ്പോൾ y എന്ത് കിട്ടി? -49/25 ആണെന്ന് കിട്ടി. -49/25. ഇതേപോലെ നമുക്ക് എന്ത് കൂടെ കണ്ടുപിടിക്കണം? എക്സ് കൂടെ കണ്ടുപിടിക്കണം. എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഇതേ ഫോമാറ്റ് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, വൈകിനെടുത്ത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഇതേപോലെ തന്നെ ഫോമാറ്റ് ഒന്ന് ചെയ്യുകയാണ്. അതായത് ഈ 2 കോഎഫിഷ്യൻസ് സെയിം ആക്കാം. ഈ കോഎഫിഷ്യൻസ് സെയിം ആക്കുമ്പം ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെ നമ്മൾ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പം ടോട്ടലി 4 വരുമ്പം 16x + 12y - 20 = 0. ഇവിടെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9x - 12y 16 × 3 16 × 3 48 അല്ലേ? -48 = 0. അപ്പോൾ ഇവിടെ നോക്കൂ, കോഎഫിഷ്യൻസ് സെയിം ആണോ? അല്ല, ഓപ്പറേഷൻ സൈൻ വ്യത്യാസമുണ്ട് അല്ലേ? അപ്പോൾ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 0 ആയി പോയിക്കോളും. അപ്പോൾ ഇവിടെ 25x + 0 + 68 = 0 എന്ന് കിട്ടി. അപ്പോൾ നോക്കൂ, 25x + 68 = 0. 25x + 68 = 0. അപ്പോൾ x എന്ത് വരും? -68/25 എന്ന് വരും. വൈയുടെ വാല്യൂ നമുക്ക് വന്ന എത്രയായിരുന്നു? -49/25. അപ്പോൾ ഇതാണ് ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ, ഇൻ്റർസെക്റ്റിംഗ് ആയിട്ട് വരുന്ന വാല്യൂസ്, ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത്, മേജറായിട്ട് വരുന്ന പ്രോബ്ലംസ്. ഇനിയും ഒരുപാട് വർക്കൗട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ഇതിലുണ്ട്. പക്ഷേ ഒരുവിധം ചെയ്യേണ്ട മേജറായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്തു. ഇനിയുള്ളതൊക്കെ കോമൺ ആണ്. അപ്പോൾ ഇത് വെച്ച് നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ കൺഫ്യൂഷൻ ആവാതെ വൃത്തിക്ക് ഒരു പേപ്പറിൽ നിങ്ങൾ ഇക്വേഷൻസ് ഒക്കെ എഴുതി എന്താണെന്ന് മനസ്സിലാക്കി സെറ്റ് ചെയ്ത് പോവുക. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഒറ്റ കാഴ്ചയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കാരണം അങ്ങനത്തെ ഒരു ചാപ്റ്റർ ആണത് അല്ലേ? കുറേ എക്സും വൈയും y0 x0 ഒക്കെ വരുന്നുണ്ട്. അതൊന്നൊരു വിഷയമല്ല. നമുക്ക് ടഫ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, അതിനെ നമ്മൾ നമ്മുടെ കീഴിലാക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, മിടുക്കരായിട്ട് വരിക. ഓൾ ദി ബെസ്റ്റ്.